പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങളെ, മനസ്സ് നന്നാവട്ടെ. ഞാൻ ജാനുശ്രീ, BSc സ്റ്റാറ്റിസ്റ്റിക്സ് 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. നമ്മൾ ഗ്രൂപ്പ് സിയുടെ ആഭിമുഖ്യത്തിൽ ശുദ്ധി എന്ന വെബിനാറാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്കായി എത്തിച്ചേർന്ന ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ് നടത്തിയതെങ്കിൽ ഇത് തികച്ചും വ്യത്യസ്തമായി ഇന്നത്തെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട, എന്നാൽ പലരും പറയാൻ മടിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പായി ഏതൊരു NSS പ്രോഗ്രാമും ആരംഭിക്കുന്നത് പോലെ NSS ഗീതത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. അതിനായി ഞാൻ ആഗ്നയെ ക്ഷണിക്കുന്നു. ഹലോ, തുടങ്ങിക്കോളൂ ആജ്ഞ, കേൾക്കുന്നുണ്ട്. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ മുസൽമാന്മാരുടെ കൈകളിണങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. ഓക്കെ ആഗ്ന, അടുത്തതായി നമുക്ക് പരിപാടിയുടെ സ്വാഗത പ്രസംഗത്തിനായി നന്ദനെ ക്ഷണിക്കാം. ആഡിബിളാണോ? കേൾക്കാം കേൾക്കാം. കേൾക്കാം. പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങളെ, മനസ്സ് നന്നാവട്ടെ. ഇന്ന് ഗ്രൂപ്പ് സി അവതരിപ്പിക്കുന്നത് ഒരു ആർത്തവ അവബോധ പരിപാടിയാണ്. ആർത്തവം ഒരു സ്വാഭാവിക ജൈവ പ്രക്രിയയാണ്. പക്ഷേ ലജ്ജ, കളങ്കം, തെറ്റിദ്ധാരണ എന്നിവ ഇന്നും സ്ത്രീകൾക്കെതിരെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ആർത്തവ ശുചിത്വം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സംഘടനകൾക്ക് ഇത് ഇരട്ട വെല്ലുവിളി സൃഷ്ടിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ഗ്രൂപ്പ് സി നടത്തുന്ന വെബിനാറാണ് ശുദ്ധി. വെബിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രമീള മിസ്സിനെയും കണ്ണൻ സാറിനെയും ക്ഷണിക്കുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ അഭ്യർത്ഥന നിരസിക്കാതെ എത്തിച്ചേർന്ന സാബിര മാഡത്തിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ NSS സെക്രട്ടറിമാരായ ആകാശേട്ടൻ, ആതിര ചേച്ചി, ദേവപ്രിയ ചേച്ചി, ഗിരിജൻ ചേട്ടനെയും മുൻ സെക്രട്ടറിമാരെയും മറ്റ് NSS സെക്രട്ടറിമാരെയും കുടുംബാംഗങ്ങളെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിന്റെ പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും എന്നറിയാം. ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നതിനെ പറ്റി ഇപ്പോഴും വ്യക്തമായൊരു അവബോധം കിട്ടാത്തവരാണ് നമ്മുടെ ഇടയിലുള്ള ഭൂരിഭാഗം പേരും. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തോ മോശമായൊരു സംഭവം എന്ന ധാരണയാണ് പലരിലും ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള പല ചിന്തകളും മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്.
നമ്മുടെ വിഷയത്തെപ്പറ്റി കൂടുതൽ പറയാനായി ഞാൻ സനയെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, ഹലോ. പറഞ്ഞോളൂ. പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാത്തിമ സന. ഞാൻ BA ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ജാനുശ്രീ പറഞ്ഞു നമ്മുടെ ടോപ്പിക്ക് മെൻസസ് അവയർനെസ് ആണ്. അപ്പോൾ പൊതുവേ എല്ലാവരും സീക്രട്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ ഹിഡൻ ആക്കി വെക്കുന്ന ഒരു ടേമാണ് മെൻസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരം ഒരു കാര്യത്തെ നമ്മൾ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രോ പറയുകയാണ്. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം ഒരു വ്യക്തിയെ എഡോളസെൻ്റ് ആക്കി മാറ്റപ്പെടുന്ന ഒരു ഏജ് എന്ന് പറയുമ്പോൾ 10 to 19 ആ ഒരു ഏജ് കൺസിഡേർഡ് ആണ്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു കുട്ടിയുടെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയിൽ ഒരുപാട് ചേഞ്ചസും ഡെവലപ്മെന്റ്സും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ഫിസിക്കലായിട്ടും ബയോളജിക്കലായിട്ടും സൈക്കോളജിക്കൽ പരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അത്തരം ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ഗേളിന്റെ ലൈഫ് സൈക്കിളിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളതും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതുമായിട്ടുള്ളൊരു പീരീഡ് കൂടിയാണ്. പക്ഷെ പലരും ഇന്ന് ആക്കണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് പലരും ഈ ഒരു ടൈമിൽ വെറീഡൊക്കെ ആവുന്നതാണ്. അതിൻ്റെ മെയിനായുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ലെങ്കിൽ കൂടിയും പൊതുവെ മറ്റുള്ളവരോട് ചോദിക്കാനുള്ള ഒരു മടി, അതായത് സൊസൈറ്റിയുടെ ഇതിനോടുള്ളൊരു ബാഡായുള്ള അപ്രോച്ച് കാരണം പലരും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ മടിക്കും. ഒരു നാണക്കേടായിട്ടോ അല്ലെങ്കിൽ ഷെയ്മസ് ആയിട്ടൊക്കെയാണ് പലരും ഈ ഒരു സംഭവത്തെ കാണുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് എല്ലാ ഗേൾസിനും നടക്കുന്ന നാച്ചുറൽ പ്രോസസ്സാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിനയാണ്. എങ്കിൽ കൂടി നമ്മുടെ സൊസൈറ്റിയിലെ പല ആൾക്കാരും ഇതിനൊരു അൺക്ലീൻ ആൻഡ് ഡേർട്ടി ആക്കിയിട്ടാണ് കാണപ്പെടുന്നത്. അയ്യേ, അശുദ്ധി അല്ലെങ്കിൽ മാറി നിൽക്കൂ എന്നൊരു അപ്രോച്ചിലൂടെയാണ് പലരും ഈ ഒരു സംഭവത്തെ കാണുന്നത്. മിക്ക എല്ലാ ഗേൾസും ഈ ഒരു സമയത്ത് അവർക്ക് പെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ ആഗ്രഹിക്കുക നമ്മുടെ ചുറ്റുപാടുമുള്ളവരിൽ നിന്നൊരു ക്ലോസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ഈ ഒരു സംഭവത്തെ കുറിച്ച് അവെയർ അല്ല. അതിപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ജനറൽ ആയിട്ടുള്ളവർ ഈ ഒരു സംഭവം എത്രത്തോളം സീരിയസ്നെസ്സോട് ഉള്ളതാണെന്നുള്ളത് അവർ കാണാണ്ട് ബാഡ് ആയിട്ടുള്ള അപ്രോച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അവരിങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു അവയർനെസ് ക്ലാസ് എന്ന് പറയുമ്പോൾ അത്തരം ഒരു ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയ കാര്യമാണ്. എല്ലാവർക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കൺക്ലൂഡ് ആക്കാണ്. നമ്മുടെ ബാക്കി നമ്മൾ ഈ സംഭവത്തെ കുറിച്ചിട്ട് വൈഡാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി നമ്മുടെ സാബിറമ്മ ഇവിടെ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു. ഓക്കെ സന, ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. നമ്മുടെ ഓരോ പരിപാടിയിലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ 2 പ്രോഗ്രാം ഓഫീസേഴ്സ് തന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഞാൻ ക്ഷണിക്കുന്നു കണ്ണൻ സർ ആൻഡ് പ്രമിള മിസ്. മനസ്സന്നാവട്ടെ. NSS ശ്രീ കേരളവർമ്മ കോളേജ് വളരെ പ്രബുദ്ധതയോടുകൂടി നിൽക്കുന്ന ഒരു കലാലയം, അതോടൊപ്പം തന്നെയുള്ള NSS യൂണിറ്റുകളാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാലാകാലങ്ങളായി കുട്ടികൾ ചെയ്തു വരുന്ന പരിപാടികൾ എന്ന് പറയുന്നത് അത്തരത്തിൽ വളരെ സർഗാത്മകതയുള്ളത് എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ കാലോചിതമായിട്ടുള്ള മനുഷ്യന്റെ അന്തസ്സിന്, മനുഷ്യന്റെ അവകാശങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാലോചിതമായ വിഷയങ്ങൾ തന്നെയാണ് കുട്ടികൾ ചെയ്യുന്നത് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ഗ്രൂപ്പ് സി ചെയ്യുന്ന അവരുടെ ഒരു വെബിനാർ അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ശുദ്ധി എന്ന് പേരിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ മെൻസ്ട്രേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചർച്ച പോകുന്നത്, ഈ ക്ലാസ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഈവൻ രാഷ്ട്രീയ മാനങ്ങൾ പോലും കൊടുത്തിരിക്കുന്ന, പാർട്ടി പൊളിറ്റിക്സ് പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അത് ഒരു വലിയ ചർച്ചയ്ക്ക് തന്നെ ഇടയുള്ള ഒരു വിഷയമാണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പൊ അതിനെ പുതുതലമുറ എന്ന് പറയുന്ന നമ്മുടെ തലമുറ വിഭാഗങ്ങൾ, പൊതുജനങ്ങൾ അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുന്ന നമ്മുടെ കുട്ടികൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പറ്റിയുള്ള മോശമായ തെറ്റായിട്ടുള്ള ചിന്താഗതികളും അതിനോടുള്ള അകൽച്ചയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ എന്താ പറയാ, ഈ വിഷയത്തിലൊക്കെ കൂടുതൽ കുട്ടികൾ മനസ്സിലാക്കുന്ന രീതിയിൽ, കൂടുതൽ അവയർനെസ് കിട്ടുന്ന രീതിയിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതിൽ നമുക്ക് ഏറെ സന്തോഷം പങ്കുവയ്ക്കാൻ സാധിക്കും. കൂടുതലായിട്ട് ഈ വിഷയത്തിൽ പറയുന്നില്ല. വളരെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാവട്ടെ നമ്മുടെ ചർച്ചകൾ ഓരോന്നും. അല്ലെങ്കിൽ
നമ്മുടെ അവകാശങ്ങളെ, സ്ത്രീ അവകാശങ്ങളെ, സ്ത്രീകളുടെ അവരുടെ ഡിഗ്നിറ്റിയെ ഒക്കെ മാനിക്കുന്നതാവട്ടെ ഈ വിഷയത്തിലൂടെയുള്ള നമ്മുടെ ചർച്ചകൾ ഓരോന്നും എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രമിള ടീച്ചറിനെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ശ്രീ കേരള കോളേജ് ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും നടത്തുന്ന ഈ പരിപാടി ഓരോ ദിവസവും വ്യത്യസ്തപരമായിട്ടുള്ള പല പരിപാടികളാണ് നടത്തുന്നുള്ളതെന്ന് നന്നായിട്ട് അറിയാം. ഇതില് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സബീറ മാം, അതുപോലെ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ള എല്ലാ വളണ്ടിയേഴ്സും, സെക്കൻഡ് ഇയേഴ്സ് ആയിട്ടുള്ള എല്ലാ വളണ്ടിയേഴ്സും, എന്റെ പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള കണ്ണനും, എല്ലാവരും കൂടി നടത്തുന്ന ഈ പ്രോഗ്രാം വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഇന്നത്തെ ഏറ്റവും യങ് ആയിട്ടുള്ള കുട്ടികൾ കേൾക്കേണ്ടതും ബോയ്സ് ഓർ ഗേൾസ് രണ്ടുപേരും കേൾക്കേണ്ടതായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മാമിനെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കണ്ണൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ ഇത് നടത്താൻ കാണിച്ച നിങ്ങളുടെ ഉദ്യമത്തിന് നല്ലൊരു നന്ദിയും കൂടി ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഏറ്റവും ഹൃദയത്തോടു കൂടി ചേർത്ത് നിർത്തി സബീറ മാഡത്തിനെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനായിട്ട് വിളിച്ച കുട്ടികളോടും സബീറ മാഡത്തിനെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. മനസ്സ് നന്നാവട്ടെ. താങ്ക് യു മാം ആൻഡ് മിസ്. താങ്ക് യു മാം ആൻഡ് സർ. അപ്പോൾ കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ഏറെ കാത്തിരുന്ന് ഇന്നത്തെ ക്ലാസ് സെഷനിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് വേണ്ടി ഇന്നത്തെ ക്ലാസ് എടുക്കാനായി ഇവിടെ എത്തിച്ചേർന്ന സാബിറ മാം, കൗൺസിലർ സ്നേഹിത, ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്, കുടുംബശ്രീ ഡിസ്ട്രിക്ട് മിഷൻ തൃശൂർ മാമിനെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാനായി ഏറെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാബിറ. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ്. കേൾക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ സ്നേഹിതയെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സ്നേഹിത എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി 24 മണിക്കൂറും കുടുംബശ്രീ ജില്ലാ മിഷന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ തൃശ്ശൂര് തന്നെ പൂത്തോളില് പ്രവർത്തിക്കുന്നുണ്ട്. 2017 നമ്മൾ ആരംഭിച്ചത്. 2017 ഇപ്പൊ 3 വർഷം ആയി സ്ഥാപനം മുന്നോട്ട് പോകുന്നു. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ്, നിയമസഹായം, അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ട ഷെൽട്ടർ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ലൈവ്ലിഹുഡ് പരിശീലനങ്ങൾ, ഇങ്ങനെ ഒരു സ്ത്രീക്ക്, അതിക്രമത്തിന് വിധേയമായ ഒരു സ്ത്രീക്കും കുട്ടിക്കും ആവശ്യമായ എല്ലാവിധ സേവനങ്ങളും ഒരു കുടക്കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് സ്നേഹിത എന്ന് പറയുന്നത്. അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനൊരു അറിവിലേക്കായി പറഞ്ഞതാണ്. നമുക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് സമീപിക്കാവുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സ്നേഹിത. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആർത്തവവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? അപ്പോ നമ്മൾ നേരെ ഈ ആർത്തവം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട, അത് നമ്മൾ ആരും അധികമൊന്നും ചിന്തിക്കാത്ത ഒരു വിഷയമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. ഓക്കെ, അതില് ഒരു 2 കോൺസെപ്റ്റ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് ജെൻഡറും മറ്റൊന്ന് സെക്സുമാണ്. ജെൻഡർ, സെക്സ്, ഈ 2 കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാതെ നമ്മൾ ഈ ആർത്തവം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഈ ആർത്തവം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ തികച്ചും ശാരീരികമായിട്ടുള്ള ഒരു മാറ്റം മാത്രമാണ് ആർത്തവം എന്ന് പറയുന്നത്. പക്ഷെ അതൊരു സ്ത്രീയുടെ ശാരീരിക മാറ്റം ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ,
ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, അങ്ങനെ ഒരുപാട് മേഖലയുമായിട്ട് ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെ പോലുള്ള യുവാക്കള് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതാണ് ജെൻഡറും സെക്സും. അപ്പൊ നമ്മൾ സാധാരണ സെക്സ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ, സെക്സ് എന്ന് കേട്ടിട്ടുണ്ട്, ജെൻഡർ എന്ന് കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ എവിടെയാ കേട്ടിട്ടുള്ളത്? നമ്മൾ ഏതെങ്കിലും അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത്, അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, എന്ത് ചോദിക്കും? ഏജ് ചോദിക്കും, നമ്മുടെ നെയിം, ഏജ്, സെക്സ് ചോദിക്കും, ചിലതിൽ ജെൻഡർ ചോദിക്കും. അപ്പൊ നമ്മൾ അവിടെ മെയില്, ഫീമെയില്, അതുപോലെ തന്നെ അവിടെ ട്രാൻസ്ജെൻഡർ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ നമ്മൾ അവിടെ അത് ടിക്ക് ചെയ്യും. ഇതാണ് സെക്സ്, ജെൻഡർ എന്നുള്ളതിനെ കുറിച്ച് നമുക്കുള്ള ഒരു അവബോധം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് സെക്സ് എന്താണ്, ജെൻഡർ എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവണം. സെക്സ് എന്ന് വെച്ചാല് ഒരു തികച്ചും ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരിക ഘടന വ്യത്യാസമുണ്ട്, അവർക്കുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ വ്യത്യാസമുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്ഷൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് തികച്ചും ബയോളജിക്കലാണ്. അത് ഈ ലോകം ഉണ്ടായ കാലം മുതൽക്ക് എപ്പോഴും ഈ സെക്ഷൽ ഡിഫറൻസ് ഒരുപോലെ തന്നെയായിരിക്കും. അത് ഈ ലോകത്ത് എവിടെ ചെന്നാലും യൂണിവേഴ്സൽ ആണ് അല്ലെ, എവിടെ ചെന്നാലും ഒരേപോലെ ആയിരിക്കും. ഒരിക്കലും അതിന് മാറ്റമില്ല. ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ സെക്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണ്? അത് ഒരു സാമൂഹികപരമായ ഒരു കാര്യമാണ് അല്ലെ, സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ജന്മനാ തന്നെ ഉള്ള ഒരു ഡിഫറൻസ് അല്ല, അത് സമൂഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. അതായത് സ്ത്രീ ഇന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, പുരുഷൻ ഇന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സമൂഹം ഒരു ഡിഫറൻസ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജെൻഡർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്ത്രീകൾ എന്താ പറയാ, ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് കുട്ടികളെ പരിപാലിക്കലും വീട്ടുജോലി ചെയ്യലും സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പുരുഷനാണെന്നുണ്ടെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യണം, സമ്പാദിച്ച് കൊണ്ടുവരണം, അതാണ് പുരുഷന്റെ ഉത്തരവാദിത്തം. ഇത് സമൂഹമായിട്ട് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. അത് പല സ്ഥലത്തും വ്യത്യസ്തമാണ്. ഇപ്പോ നമ്മുടെ കേരളത്തിലുള്ള ഒരു ജെൻഡർ ഡിഫറൻസ് ആയിരിക്കില്ല മറ്റ് സംസ്ഥാനത്തിൽ. ഇപ്പൊ സിക്കിം പോലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊതു ഇടങ്ങളിൽ സ്ത്രീകളുടെ ഒരു വിസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ജോലി ചെയ്യുന്ന സ്ത്രീകൾ കുറച്ചും കൂടി തൊഴിലിടങ്ങളിൽ അവര് പ്രത്യക്ഷരാണ്. പുരുഷന്മാർ വീട്ടുജോലി ചെയ്ത് കുട്ടികളെ നോക്കിയിരിക്കുന്ന ഒരു സംവിധാനം കുറച്ചും കൂടി ഉണ്ട് അവിടെ. മറ്റു വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വ്യത്യാസമുണ്ട് അല്ലെ. കൾച്ചറിനനുസരിച്ച് ഈ ഒരു ജെൻഡർ റോള് ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി ചരിത്ര കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ, പണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുന്ന സതീ സമ്പ്രദായം അന്നത്തെ ഒരു സമൂഹത്തിൽ അത് സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്, അവൾ അത് ചെയ്തേ പറ്റൂ. പക്ഷെ കാലഘട്ടം മാറി വന്നതിനനുസരിച്ച് അതിൽ വ്യത്യാസം വന്നു അല്ലെ. ഇപ്പൊ അതൊരു വലിയ ക്രിമിനൽ കുറ്റമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ ജെൻഡർ റോൾ എന്ന് പറയുന്നത് സമൂഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതിൽ നമ്മൾ വിചാരിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ തന്നെ പോകണം എന്ന് നമുക്ക് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഇതാണ് സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ്. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ആണ്, ഫിസിക്കൽ ആണ്, അത് യൂണിവേഴ്സൽ ആണ്, അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? അത് സാമൂഹികപരമാണ്, അത് മാറ്റം വരാം, അത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ്, അത് യൂണിവേഴ്സൽ അല്ല, ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. ഓക്കെ, അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം സമൂഹമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഞാന് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഗ്രൂപ്പിലുള്ളവരോട് 88 പേരുണ്ടല്ലോ അതില്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. അത് സെക്സ് ആണോ ജെൻഡർ ആണോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം. ഇവിടെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ,
ആദ്യത്തെ ചോദ്യം, കുട്ടികളെ പരിപാലിക്കേണ്ടതും വീട്ടുജോലികൾ ചെയ്യേണ്ടതും സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇത് സെക്സ് ആണോ ജെൻഡർ ആണോ? ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഓക്കെ, ജെൻഡർ എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ആശയം മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കാം, സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുന്നു, അത് സെക്സ് ആണോ ജെൻഡർ ആണോ? ഓക്കെ, സെക്സ് ആണ്. ഇനി സാധാരണഗതിയിൽ ഉന്നത അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് പുരുഷന്മാർക്കാണ് സാധിക്കുക. സ്ത്രീകൾക്ക് ഉന്നത അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. ഇത് സെക്സ് ആണോ ജെൻഡർ ആണോ? ജെൻഡർ. ഓക്കെ. ഇനി സ്ത്രീകൾക്ക് പ്രസവിക്കാനും മുലയൂട്ടാനും സാധിക്കുന്നു. ഇത് സെക്സ് ആണോ ജെൻഡർ ആണോ? യെസ്, സെക്സ്. ഓക്കെ, അപ്പോ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് ആർത്തവം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ ഇപ്പൊ നമ്മുടെ ഇതിലൊരു ഇൻട്രൊഡക്ഷൻ പറയുന്ന കുട്ടി പറഞ്ഞു, ആർത്തവം എന്ന് പറയുന്നത് WHO പറയുന്നത് പ്രകാരം, അതായത് അഡോളസെന്റ് ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇത്ര നമ്മുടെ ബാല്യ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ സഡൻ ആയിട്ടുള്ള ചില ചേഞ്ചസ് ഉണ്ടാകും. അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ടാകും. ഫിസിക്കലായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ ഇപ്പൊ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? അവർക്ക് ശരീരത്തിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നു, ശരീരം വളരുന്നു, അതായത് ഹൈറ്റ്, വെയിറ്റ്, ബോഡി പ്രൊപ്പോർഷൻ ഒക്കെ വ്യത്യാസം വരുന്നു. അതുപോലെ തന്നെ എന്താണ്, അവരുടെ ബ്രസ്റ്റ് എൻലാർജ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇത് ആർത്തവം എന്ന് പറയുന്നത്. ആൺകുട്ടികളിലാണെങ്കിൽ അവരുടെ സൗണ്ട് വ്യത്യാസം വരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ശബ്ദമായിരിക്കില്ല, ഒരു പ്രത്യേക ശബ്ദത്തിലേക്ക് മാറും. ഹെയർ ഗ്രോത്ത് അവർക്ക് ഉണ്ടാവുന്നുണ്ട്, അതായത് കക്ഷത്തും നമ്മുടെ ലൈംഗിക ഭാഗങ്ങളിലും ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ശുക്ല ഉൽപാദനം അത് ആൺകുട്ടികളിൽ ആ ഒരു പ്രായത്തോടു കൂടി ആരംഭിക്കുന്നുണ്ട്. ഹൈറ്റ്, വെയിറ്റ്, ബോഡി പ്രൊപ്പോർഷൻ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വ്യത്യാസം, ചേഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്, മാറ്റമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതില് പെൺകുട്ടികളിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ആർത്തവം എന്ന് പറയുന്നത്. എന്താണ് ആർത്തവം എന്ന് നമുക്ക് ആദ്യമായിട്ട് പറയാം. എന്താണ് ആർത്തവം എന്ന് വെച്ചാല്, അതായത് ഒരു സ്ത്രീ അവള് അമ്മയാകാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യുൽപാദനത്തിന് പാകമായി എന്ന് നമ്മുടെ ശരീരം തരുന്ന ഒരു സിഗ്നലാണ് എന്ത്, ഈ ആർത്തവം എന്ന് പറയുന്നത്. അത് തികച്ചും ശാരീരികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ അണ്ഡാശയം, അതുപോലെ നമ്മുടെ ഗർഭപാത്രം ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് എന്ത്, ആർത്തവം ഉണ്ടാകുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ ഒരു 12 വയസ്സോടുകൂടി 11-12 വയസ്സോടുകൂടിയൊക്കെ ഈ ആർത്തവം നോർമലായിട്ട് ആരംഭിക്കാൻ തുടങ്ങും. ചിലവരിൽ നേരത്തെ 8 വയസ്സ് മുതലൊക്കെ ആർത്തവം ആരംഭിക്കുന്ന കേസുകളുണ്ട്. ഇപ്പോ കുട്ടികളുടെ ഒരു ഭക്ഷണ രീതി, കാലാവസ്ഥ വ്യതിയാനം ഇതിനനുസരിച്ചൊക്കെ ഈ ആർത്തവം ഉണ്ടാകുന്ന ഏജ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ആർത്തവം ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നമുക്കറിയാം, ആർത്തവ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോർമോണിന്റെ പ്രവർത്തനം, ഇപ്പൊ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവളുടെ ജീവിതകാലത്തേക്ക് ആവശ്യമായിട്ടുള്ള അണ്ഡങ്ങളെല്ലാം അവളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടാണ് അവള് ജനിച്ചു വീഴുന്നത്. അണ്ഡാശയത്തിൽ അവൾക്കൊരു ജീവിതകാലത്തേക്ക് ആവശ്യമായ എല്ലാ അണ്ഡവും അവളിൽ ഉണ്ടായിരിക്കും. ഈ ഹോർമോണിന്റെ പ്രവർത്തന ഫലമായിട്ട് ഈ അണ്ഡാശയം ആരോഗ്യകരമായ അണ്ഡം ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങും, അതായത് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും.
ഈ ആരോഗ്യകരമായ അണ്ഡം പുറത്തേക്ക് വന്ന് അത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്ത്രീകളുടെ ഗർഭപാത്രത്തിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് സൈഡിലും ഒരു ചിറക് പോലെ ഒരു ഭാഗം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ അണ്ഡാശയം എന്ന് പറയുന്നത്. അതിലാണ് അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് അണ്ഡം ഉൽപ്പാദിച്ച് അത് പുറത്തേക്ക് വരും. അത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയും അല്ലെ. അതായത് സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവത്തിൽ ഒന്നാണ് ഫലോപ്പിയൻ ട്യൂബ് അല്ലെ. നമ്മുടെ വജൈന കഴിഞ്ഞ് നമ്മുടെ ഗർഭപാത്രത്തിലേക്കുള്ള ഒരു പാതയാണ് ഈ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അതിലേക്ക് ഈ അണ്ഡം വന്നുകൊണ്ടിരിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അണ്ഡം ഉൽപ്പാദിപ്പിക്കുകയും ആ സമയത്ത് ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള, അതായത് ഒരു ആണുമായിട്ട് പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ബീജം നമ്മളുടെ വജൈനയ്ക്കകത്തേക്ക് കയറി ഈ അണ്ഡവുമായിട്ട് സംയോജിച്ച് നമ്മുടെ ഗർഭപാത്രത്തിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉൾവശം എങ്ങനെയിരിക്കും? ഈ ഒരു ഭ്രൂണത്തെ, അതായത് അണ്ഡവും ബീജവും തമ്മിൽ ചേർന്ന് ഭ്രൂണമായി മാറി അതിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉൾവശം നല്ല പാകപ്പെട്ടിരിക്കും. അതിന്റെ ഉൾഭാഗം എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു സ്തരപാളി വെച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെത്ത പോലെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടാവും. ധാരാളം രക്തപടലങ്ങളും അതുപോലെ തന്നെ സ്തരങ്ങളും എല്ലാം വെച്ച് ഒരു മെത്ത പോലെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടാവും. ഇതിലേക്ക് ഈ ഭ്രൂണം കടന്നു കഴിഞ്ഞാൽ അവിടെ പറ്റിപ്പിടിച്ചത് വളരാൻ തുടങ്ങും. അപ്പോഴാണ് ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി സാധാരണഗതിയിൽ നമ്മൾ വിവാഹത്തിന് ശേഷമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഇതുപോലെ പ്രഗ്നൻസി ഉണ്ടാവുകയും ചെയ്യുന്നത്. അല്ലാതെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട്. ഇനി ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല, ബീജവുമായി അണ്ഡം ഇങ്ങനെ ഒരു സംയോജനം അവിടെ നടന്നില്ല. അപ്പോൾ ഈ പുറത്തു വന്ന ഈ അണ്ഡത്തിന് നശിച്ചു പോണം വേണ്ടേ? അപ്പോ അതിന് പോകാൻ വേണ്ടി ഈ വന്ന അണ്ഡവും അതുപോലെ നമ്മുടെ പാത്രത്തിനകത്ത് ഭ്രൂണത്തെ സ്വീകരിക്കാൻ രൂപപ്പെട്ട സ്തരപാളികളും എല്ലാം കൂടി പൊഴിഞ്ഞ് എന്താണ് ബ്ലഡോടുകൂടി, അതായത് ബ്ലഡ് ഉണ്ടായിരിക്കും. ബ്ലഡ് എന്തിനാണ് അകത്ത് വരുന്നത്? നമ്മളുടെ കുഞ്ഞിന് എന്താണ് ആവശ്യമായ പോഷകങ്ങളും ഒക്കെ കിട്ടി വളരണമെങ്കിൽ ബ്ലഡ് അവിടെ വേണം. ബ്ലഡിലൂടെയാണ് പോഷകങ്ങൾ നമുക്ക് എത്തുന്നത്. അപ്പൊ അതിനാവശ്യമായ ബ്ലഡും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ബ്ലഡും ഈ പൊഴിഞ്ഞു പോയ ഈ എൻഡോമെട്രിയത്തിന്റെ അവശിഷ്ടങ്ങളും ഈ പൊട്ടിപ്പോയ അണ്ഡവും എല്ലാം കൂടി മാസത്തിൽ ഒരിക്കൽ നമ്മുടെ വജൈനയിലൂടെ, സ്ത്രീകളുടെ യോനിയിലൂടെ പുറത്തേക്ക് വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർത്തവം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ആർത്തവം എന്ന് പറയുന്നത് എന്തെങ്കിലും വൃത്തികെട്ട അല്ലെങ്കിൽ വളരെ മലീമസമായിട്ടുള്ള ഒരു സംവിധാനം ഒന്നുമല്ല. നമ്മുടെ ശരീരത്തിൽ എവിടെ മുറിച്ചാലും രക്തം വരും. ആ രക്തം തന്നെയാണ്. പക്ഷെ ആ രക്തത്തിൽ ഈ എൻഡോമെട്രിയത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, ഈ അണ്ഡം രൂപപ്പെട്ട അണ്ഡവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനൊരു ഇത്തിരി കട്ടി കൂടുതലാണ്. നോർമൽ ബ്ലഡിന്റെ അത്ര രൂക്ഷഗന്ധമൊന്നും നമ്മുടെ ആർത്തവ രക്തത്തിന് ഉണ്ടായിരിക്കില്ല. ഇതാണ് ആർത്തവം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ശാസ്ത്രീയമായ അറിവുണ്ടായിരിക്കണം. പലരും ഇപ്പൊ നമുക്കറിയാം, നമുക്കൊക്കെ ഇത് അറിയേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പക്ഷെ ഇതിനെക്കുറിച്ച് പെരിഫറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കറിയും. എന്ത് പ്രോസസ്സാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ശേഷം വരുന്ന ഒരു ജനറേഷന് പല കുട്ടികൾക്കും അമ്മമാര് ഈ കാര്യം പറഞ്ഞു കൊടുക്കൂല. അമ്മമാർക്ക് ഭയങ്കര മടിയാണ്, അമ്മമാർക്ക് ചമ്മലാണ്. അമ്മമാര് വിചാരിക്കുന്നത് നമ്മളുടെ കാലത്തൊന്നും ഇതാരും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളത്, അതൊക്കെ സമയമാകുമ്പോൾ അവർ അറിഞ്ഞോളൂ എന്ന് പറയും. പക്ഷെ നമ്മളുടെ കാലഘട്ടം വ്യത്യാസമുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബത്തിൽ അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ ഇളയമ്മമാരും കുഞ്ഞമ്മമാരും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മുടെ കുട്ടികളുടെ സ്ഥിതി അതല്ല. കുട്ടികൾ LKG മുതൽ നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ്. സ്കൂളുകളിലൊക്കെയാണ് സമയം അധികം സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ പിയർ ഗ്രൂപ്പ്സ് നിന്ന് കിട്ടുന്ന അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ പിയർ ഗ്രൂപ്പ്സിന്റെ അറിവും നമ്മുടെ അറിവും ഏകദേശം സെയിം തന്നെയാണ്. കൃത്യമായ അറിവുകൾ ആവണം എന്നില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായ അറിവുകളാണ് ഇത്തരം കാര്യങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത്, വിശ്വാസയോഗ്യമായ അറിവുകൾ. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ബയോളജി ഒക്കെ പഠിച്ച് നല്ല പണ്ഡിതന്മാരായിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ പല സ്കൂളുകളിലെയും അവസ്ഥ
ടീച്ചേഴ്സ് കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പോലും മടിക്കുന്ന അധ്യാപകർ കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്തു പോകുന്ന അധ്യാപകർ കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു 11-12 വയസ്സോടുകൂടി ഇത് ആരംഭിക്കുന്നു. നമുക്ക് ഒരു പീരീഡ്സിന്റെ ഒരു ആർത്തവ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 25 തൊട്ട് ഒരു 30 ദിവസം വരെയാണ്. ഈ ഒരു ഗ്യാപ്പിലായിരിക്കും ആർത്തവം ഉണ്ടാവുക. ചിലരിൽ 21 തൊട്ട് 35 ദിവസം അങ്ങനെ ഒരു ഗ്യാപ്പിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും ഇതൊക്കെ വെച്ച് വ്യത്യസ്തമായിരിക്കും. ഇനി ഇപ്പോ ആദ്യം ഒരു 11-12 വയസ്സിൽ ആർത്തവം ഉണ്ടായി ഒരു 15 വയസ്സ് വരെയൊക്കെ റെഗുലർ ആയിരിക്കില്ല, ക്രമമായിട്ട് വരണം എന്നില്ല. ഇപ്പൊ ഒരു മാസം ഉണ്ടായി അടുത്ത മാസം ഉണ്ടാവില്ല, ചിലരിൽ ഒരു മാസത്തിൽ തന്നെ 2-3 തവണയൊക്കെ ആർത്തവം ഉണ്ടാവുന്ന അവസ്ഥ. ഇങ്ങനെ ക്രമമല്ലാതെ വരാം. 16 വയസ്സോട് കൂടിയിട്ട് അത് ക്രമമായി വരണം. അതിനുശേഷവും ക്രമമായി അല്ല, അല്ലെങ്കിൽ പീരീഡ്സ് ആകുന്നില്ല. നമുക്ക് ശാരീരികമായി എല്ലാ വളർച്ചയും ഉണ്ട്, ഹെയർ ഗ്രോത്ത് ഉണ്ട്, നമ്മളുടെ ശരീര വളർച്ച എല്ലാം വന്നിട്ടുണ്ട്, ബ്രസ്റ്റ് എൻലാർജ്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആർത്തവം വന്നിട്ടില്ല എങ്കിൽ 16 വയസ്സ് കഴിയുകയാണെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അതിനാവശ്യമായ ട്രീറ്റ്മെന്റ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മുടെ ഗർഭാശയ മുഴകള്, തൈറോയിഡ് പ്രശ്നങ്ങള്, ക്യാൻസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചില കുട്ടികളിൽ നമ്മളുടെ പ്രത്യുൽപാദന അവയവങ്ങൾ കൃത്യമായി വളർച്ച പ്രാപിക്കണമെന്നില്ല. ഗർഭപാത്രം, അണ്ഡാശയം, അതിനൊക്കെ വളർച്ചയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടായിരിക്കാം. അതുകൊണ്ട് കൃത്യമായ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. അതാണ് അതിന്റെ ഒരു കാര്യം. ഇനിയിപ്പോ നമ്മളൊരു ആർത്തവ ചക്രം എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഇതില് ഒരു 28 ദിവസമാണ് ഒരു നോർമൽ ആർത്തവ ചക്രം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആർത്തവ ചക്രത്തിൽ ഈ ഓവുലേഷൻ, അതായത് അണ്ഡം ഉൽപ്പാദിച്ച് പുറംതള്ളുന്നത് ഒരു 14ാമത്തെ ദിവസത്തോടു കൂടിയൊക്കെയാണ്. 14 എന്നാണ് പറയുന്നത്, എങ്കിലും ഒരു 11-11ാമത്തെ ദിവസം തൊട്ടു ഒക്കെ തന്നെ ചിലപ്പം ഈ അണ്ഡ ഉൽപാദനം ആരംഭിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഈ സേഫ്റ്റി പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീരീഡ് ഉണ്ട്. അതെപ്പോഴാണ് സേഫ്റ്റി പീരീഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പ്രഗ്നൻസി തീരെ വരില്ല എന്നല്ല, വരാനുള്ള സാധ്യത കുറവുള്ള ഒരു സമയമുണ്ട്. അതിനെയാണ് നമ്മൾ സേഫ്റ്റി പീരീഡ് എന്ന് വിളിക്കുന്നത്. അത് ഇപ്പൊ നമ്മൾ ആർത്തവം വന്നു, ബ്ലീഡിങ് തുടങ്ങി, ഒരു 5ാമത്തെ ദിവസം തൊട്ട് ഒരു 11ാമത്തെ ദിവസം വരെ ഒരു സേഫ്റ്റി പീരീഡ് ആണ്. കാരണം 11 ദിവസം തൊട്ട് എപ്പോ വേണമെങ്കിലും ഈ അണ്ഡോൽപാദനം ആരംഭിച്ചേക്കാം. ഇനി പീരീഡ്സ് നിന്ന് ഇപ്പൊ ഒരു 19ാമത്തെ ദിവസം മുതൽ ഒരു 19ാമത്തെ ദിവസം തൊട്ട് 28 ദിവസം വരെയൊക്കെ വീണ്ടും നമുക്കൊരു സേഫ്റ്റി പീരീഡ് ആയിട്ട് കണക്കാക്കാം. കാരണം അണ്ഡം വന്ന് ബീജവുമായിട്ട് സംയോജിച്ചില്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇതിന്റെ അണ്ഡത്തിന്റെ ആ ഒരു ആരോഗ്യം നഷ്ടപ്പെട്ട് അത് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയവും നമുക്ക് സേഫ്റ്റി പീരീഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു 5 മുതൽ 11 ദിവസം വരെ, അതുപോലെ തന്നെ നമ്മളുടെ അത് 11 മുതൽ 19 ദിവസം വരെ എന്നുള്ളതാണ്. ഇനി 19 മുതൽ 28 ദിവസം വരെ എന്നുള്ളതാണ് അവസാനത്തിൽ, ആർത്തവത്തിന് ശേഷം. ഇനി ആർത്തവ ചക്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആർത്തവവുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മളുടെ കുറെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇപ്പോ ക്രമരഹിതമല്ലാത്ത ആർത്തവം, അതാണ് ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോ 16 വയസ്സിന് ശേഷവും നമുക്ക് ആർത്തവം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് ആർത്തവം വന്നു, പിറ്റത്തെ മാസം നമുക്ക് ആർത്തവം ഉണ്ടാവില്ല, ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ ആർത്തവം വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് എന്താണ്, അത് നമുക്ക് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുത്ത് തന്നെ അത് മാറ്റേണ്ടതാണ്. പല കുട്ടികളും അതത്ര കാര്യമാക്കി വിടാറില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർത്തവം ഇല്ലാതിരുന്നാൽ അത്രയും ഭാഗ്യം എന്ന് വിചാരിക്കുന്ന ഒരു
സംവിധാനമാണ്. കാരണം ഇത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലാത്തത് കൊണ്ട്. ഇപ്പൊ പീരീഡ്സ് ആവുമ്പോൾ നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാകുമ്പോൾ ബ്ലീഡിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് മാനസികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് വന്നില്ലെങ്കിൽ അത്രയും സുഖമാണല്ലോ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ആ ഒരു സുഖം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. അത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഗുലർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അത് ക്രമം തെറ്റുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം. പല കുട്ടികൾക്കും ഗൈനക്കോളജിസ്റ്റുമാരുടെ അടുത്തേക്ക് പോകാന്ന് പറയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സ്റ്റിഗ്മ ഉണ്ട്. എന്താണ്, ഗർഭിണികളായ കുട്ടികളാണല്ലോ സാധാരണ ഗൈനക്കോളജിസ്റ്റുകളെ അപ്രോച്ച് ചെയ്യാറുള്ളത്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും സംശയിക്കുമോ എന്നുള്ള പേടിയിലൊക്കെ അവരെ അപ്രോച്ച് ചെയ്യാൻ ഭയക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ അത് പാടില്ല. കാരണം നമ്മൾ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റിനെയാണല്ലോ കാണിക്കുക. കണ്ണിനായാലും പല്ലിനായാലും ഹാർട്ടിനായാലും ഒക്കെ ഓരോ സ്പെഷ്യലിസ്റ്റുകളെ, ഡോക്ടേഴ്സിനെ നമ്മൾ കാണിക്കും. അതേപോലെ ഒരു ബുദ്ധിമുട്ടാണിത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് അതിന് ആവശ്യമായ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കണം. എന്നിട്ട് അത് റെഗുലർ ആക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ പ്രത്യുൽപാദനത്തിനെ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിളർച്ച എന്ന് പറയുന്നത്, അനീമിയ. വലിയൊരു ശതമാനം കുട്ടികളിലും അനീമിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ അത് അനീമിയ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പലപ്പോഴും. അനീമിക് ആകുന്ന കുട്ടികളുടെ ലക്ഷണം നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണുന്നത് നമ്മുടെ മുഖത്ത് വിളറിയ ചില പാടുകൾ ഉണ്ടായിരിക്കും. കണ്ണ് നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് എന്താ പറയാ, ഒരു വിളറി വെളുത്തിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരിക്കും. ഉറക്കം വരിക, എപ്പോഴും ഉറങ്ങാൻ തോന്നുക. അതുപോലെ ക്ലാസ്സിൽ ഇരുന്നാലോ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോഴോ നമുക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്നൊരവസ്ഥ, തലവേദനിക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അനീമിയയുടെ ലക്ഷണങ്ങളാണ്. ഓവർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, അതോടൊപ്പം ഈ ലക്ഷണങ്ങളും കൂടി ഉണ്ടെങ്കിൽ നമ്മളത് ഒന്ന് ശ്രദ്ധിക്കണം. നോർമലി ബ്ലഡിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് 30 മില്ലി ടു 80 മില്ലി വരെ ബ്ലഡ് ഒക്കെ നമുക്ക് ലോസ് ആയി പോവും നമ്മുടെ ശരീരത്തിൽ നിന്ന്. പക്ഷെ അത് സാധാരണ പീരീഡ്സിന്റെ ആദ്യത്തെ 3 ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക. പിന്നെ അതിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. ചിലരിൽ 7 ദിവസവും ഒരേ അളവിൽ തന്നെയാണ് ബ്ലീഡിങ് ഉള്ളത് എങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പോയാൽ അനീമിക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഒരു വിളർച്ച ഒരു പ്രശ്നമാണ്. വിളർച്ച വന്നതിന് ശേഷം നമ്മൾ പരിഹരിക്കാൻ പോകുന്നതിനേക്കാളും അത് വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ഭക്ഷണ രീതി അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കണം. ഇപ്പൊ നമ്മളുടെ സാധാരണ നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് കൂടുതൽ കഴിക്കാൻ ഇഷ്ടം എന്താണ്? എരിവ്, ഇപ്പൊ വറുത്തത്, മീൻ വറുത്തത്, പപ്പടം, അതുപോലെ ഉണക്കമീൻ, അച്ചാറ്, ഇങ്ങനെയുള്ള സാധനങ്ങളോടായിരിക്കും നമുക്ക് പ്രിയം കൂടുതൽ. അതായത് മസാല, ഉപ്പ്, അതുപോലെ തന്നെ എന്താ പറയാ, ഓയിൽ, ഇതിന്റെ ഒക്കെ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളോട് നമുക്ക് പ്രിയം കൂടുതലായിരിക്കും. ടേസ്റ്റ് ഉണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒന്നും നമുക്ക് കിട്ടാനില്ല. അപ്പൊ നമുക്ക് എന്താണ്, ശരീരത്തിന് ആവശ്യമുള്ള എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ഫുഡിന്റെ ഒരു ഹാബിറ്റ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ രീതി, നമ്മളൊരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇലക്കറികള്, അതുപോലെ തന്നെ പച്ചക്കറികള്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അയേൺ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അയേൺ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് അനീമിയ ഒഴിവാക്കാനായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. അയേൺ കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, നെല്ലിക്ക, അതുപോലെ തന്നെ ശർക്കര, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അയേൺ കണ്ടന്റ് ധാരാളം ഉണ്ട്. അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുക, അനീമിയ ഒഴിവാക്കുക. ഈ അനീമിക്ക ആയാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോ നമുക്കറിയാം ജനിക്കുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനം കുട്ടികൾക്കും എന്തെങ്കിലും തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങളുണ്ട്, ഇല്ലേ? കാലിന് ഇത്തിരി വളവ്, അല്ലെങ്കിൽ കണ്ണിന് ഇത്തിരി പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ കൂടുതലാണ്. അതുപോലെ തന്നെ മാനസിക അസ്വസ്ഥതകളുള്ള കുട്ടികൾ, ലേണിംഗ് ഡിസബിലിറ്റി, ADHD എന്ന് പറയുക, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ഒരു ഭാഗത്ത് ഇരുത്തിയാൽ ഇരിക്കില്ല, അങ്ങനത്തെ കുട്ടികൾ. ഇത്തരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ജന്മം നൽകുന്ന അമ്മമാര് അവരുടെ ശാരീരിക ആരോഗ്യം
ഓക്കെ അല്ലെങ്കിൽ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം അവർ ഹെൽത്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പ്രഗ്നന്റ് ആയ സമയത്ത് കുറെ ഫോളിക് ആസിഡ് ഗുളികകളും കുറെ ഇതും വാരി കഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മള് ഈ ഒരു സമയത്ത് അഡോളസൻ പീരീഡ് മുതൽ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമീകൃത ആഹാരശീലം നമ്മൾ കൊണ്ടുവരേണ്ടത് ഈ അനീമിയ ഒഴിവാക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങളാണ് ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശുചിത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ആർത്തവ സമയത്ത്. ഇപ്പോ നമുക്കറിയാം ഈ ആർത്തവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെ നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ. കുറച്ചും കൂടി വിയർപ്പ് കൂടുതലായിരിക്കും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുളി 2 നേരം നിർബന്ധമായിട്ടും കുളിക്കണം. രാവിലെയും കുളിക്കണം, വൈകിട്ട് 3 നേരം കുളിക്കാൻ പറ്റിയ അത്രയും നല്ലത്. കുളി മസ്റ്റാണ്, അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. വെറുതെ ഒരു കപ്പ് വെള്ളം മേല് കോരി ഒഴിച്ചിട്ട് കാര്യമില്ല. ഈ ഹൈജീന്റെ കാര്യം പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ആൺകുട്ടികൾക്കും വളരെ മുഖ്യമാണ്. കാരണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഈ രഹസ്യ ഭാഗങ്ങളിലുള്ള രോഗങ്ങൾ, സ്പ്രെഡ് ആകുന്ന രോഗങ്ങൾ കൂടി വരികയാണ്. ചർമ്മ രോഗങ്ങൾ, സ്കിൻ ഡിസീസസ് കൂടി വരുന്നുണ്ട്. അതിൽ ഹൈജീനിന് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കുളി നിർബന്ധമാണ്. ആൺകുട്ടികളെ സംബന്ധിച്ച് ഈ സമയത്തൊക്കെ കൂടുതലായിട്ട് വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് എന്താ പറയാ, ഈ ശുക്ല ഉൽപാദനം ഉണ്ട് അവർക്ക്. അപ്പൊ അതും പുറത്തേക്ക് വരുമ്പം അതൊരു നനവുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ രഹസ്യ ഭാഗങ്ങളിൽ ഈ തരത്തിലുള്ള ചൊറിച്ചിൽ പോലുള്ള സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ വൃത്തിയായിട്ട് കുളിക്കുക, തേച്ച് വൃത്തിയായി നമ്മൾ കുളിക്കുക. അതുപോലെ തന്നെ ഹെയർ റിമൂവൽ, അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പല കുട്ടികൾക്കും അറിയില്ല, അമ്മമാര് പോലും പറഞ്ഞു കൊടുക്കാത്തൊരു അവസ്ഥ ഉണ്ട് അല്ലെ. അതൊരു നാണക്കേടായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ ആവശ്യമില്ല. ഹെയർ കൃത്യമായിട്ട് റിമൂവ് ചെയ്യുക. നമുക്കറിയാം ഹെയർ ഗ്രോത്ത് ഉള്ളത് നമ്മുടെ കക്ഷഭാഗങ്ങളിലും നമ്മൾ മൂത്രമൊഴിക്കുന്ന നമ്മളുടെ ഭാഗങ്ങളിലുമാണ് ഹെയർ ഗ്രോത്ത് ഉള്ളത്. ചിലര് പൊന്തക്കാട് പോലെ ആയാലും വെട്ടിക്കളയാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് പാടില്ല. അത് കൃത്യമായി റിമൂവ് ചെയ്ത് നമ്മൾ കളയുക. കത്രിക വെച്ചോ അല്ലെങ്കിൽ മറ്റേ ഷേവ് ചെയ്തോ അത് കളഞ്ഞ് വൃത്തിയാക്കി കളയുക. അത് പീരീഡ്സിന് മുമ്പ് തന്നെ നമ്മൾ അത് ചെയ്തു വെക്കണം. ഇല്ലെങ്കിൽ ഈ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ അത് കുറച്ചും കൂടി അതിന്റെ അവശിഷ്ടങ്ങൾ ആ ഹെയറിനകത്തൊക്കെ ഇരുന്ന് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സോപ്പ് വെച്ച് നമ്മൾ കൂടുതലായിട്ട് വജൈന ഭാഗങ്ങളിൽ നമ്മൾ ഉരച്ച് കഴുകുന്നത് അത്ര നല്ലതല്ല. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു ക്ഷാര ഗുണം എപ്പോഴും ഉള്ള ഒരു ഭാഗമാണ് നമ്മുടെ വജൈന. അപ്പോൾ അവിടെ ഈ സോപ്പ് വെച്ച് കഴുകുമ്പം അത് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. തണുത്ത വെള്ളം കൊണ്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയാൽ മതി. പിന്നെ കൂടുതൽ ഇങ്ങനെ ബ്ലഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൈൽഡ് സോപ്പൊക്കെ വെച്ച് നമുക്കത് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അടിവസ്ത്രങ്ങൾ ചില ആൾക്കാര്, പെൺകുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട്, ആൺപിള്ളേരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് ഭയങ്കര കോസ്റ്റ്യൂം ഒക്കെ ആയിട്ടാവും വരിക. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ കേരളവർമ്മ കോളേജിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് കേട്ടാ. ഞാനൊരു 2007-10 ബാച്ച് ഫിലോസഫി അതിൽ പഠിച്ചിരുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേരളവർമ്മ കോളേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ ഭയങ്കര കോസ്റ്റ്യൂമായിരിക്കും, കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷെ എന്താണ്, ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പരമദാരിദ്ര്യായിരിക്കും. എന്താണ്, ഈ നമ്മൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രം അല്ലെ, നമ്മുടെ അണ്ടർവെയർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെമ്മീനരിക്കാൻ പറ്റും. അത്രയും അരിപ്പ പോലെ ആയാലും നമ്മളത് മാറ്റൂല. നേരെ മറിച്ച് ഡ്രസ്സ്, ചുരിദാർ ആയാലും പാൻസ് ആയാലും ഒക്കെ നമ്മൾ എത്ര വില കൊടുത്തും വാങ്ങിച്ചിടും. അതിനൊരു ദാരിദ്ര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ അണ്ടർവെയർ, അതുപോലെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ബ്ര, അതൊക്കെ നമ്മളൊരു വൃത്തികേടായി കഴിഞ്ഞാൽ, അതൊരു പ്രത്യേക സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചേഞ്ച് ചെയ്യണം. അതിന്റെ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചേഞ്ച് ചെയ്യണം. അതുപോലെ ഒരുപാട് ഇറുകിയത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത്തിരി ലൂസായത് നമ്മൾ യൂസ് ചെയ്യുക. കോട്ടൺ കൊണ്ടുള്ളത് പരമാവധി നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക.
ഈ ഒരു കാര്യം നമ്മൾ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അല്ലെ, ഭയങ്കര ടൈറ്റ് ചെയ്ത് ടൈറ്റ് ഡ്രസ്സ്, അത് ഡ്രസ്സൊക്കെ നമ്മുടെ ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായതുമായിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കരുത്. ഡ്രസ്സൊക്കെ നമ്മളൊരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട നമ്മളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കി പരമാവധി ഇത്തിരി അയഞ്ഞതും നമുക്ക് ഇത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഈ ഒരു സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഹൈജീന്റെ ഒരു ഭാഗമാണ്. പിന്നെ നമ്മുടെ പാഡിന്റെ ഉപയോഗമാണ് അല്ലെ. പാഡ് സാധാരണ നമ്മൾ പാഡ് ഉപയോഗിക്കാറുണ്ട്. ഈ സാനിറ്ററി നാപ്കിൻ നമ്മൾ എല്ലാ മാസവും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ചില കുട്ടികളെ സംബന്ധിച്ച് ഇവര് രാവിലെ ഒരു പാഡ് വെച്ചിട്ട് വരും, അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് ഉള്ളവരാണെങ്കിൽ 2 പാഡൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് വരും. എന്നിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ 9:30 ക്ലാസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന്റെ പീരീഡ് പോയി മാറ്റാന്ന് വിചാരിക്കും, പക്ഷെ പറ്റൂല. വൈകുന്നേരം വരെയും ഇത് വെച്ച് അങ്ങോട്ട് ഇരുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര സ്മെല്ല് വന്നിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് നമുക്കറിയാം 3 മണിക്കൂർ വരെ മാക്സിമം നമുക്ക് ഈ പുറത്ത് വന്ന ബ്ലഡ് അങ്ങനെ വെക്കാൻ പറ്റും. അതിനുശേഷം അത് വൃത്തികേടാണ്, അത് പിന്നെ നമുക്ക് രോഗം ഉറപ്പായിട്ടും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തുടർച്ചയായിട്ട് നമ്മൾ അത് വെച്ചിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാക്കറ്റ് പാഡ് എപ്പോഴും നമ്മുടെ ബാഗിൽ സൂക്ഷിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ ഇത് പോയി ചേഞ്ച് ചെയ്തിട്ട് മാറ്റിയിട്ട് നമ്മൾ വരണം. അത് ഇതാണ്. പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ച് കോളേജുകളിൽ കുറച്ചും കൂടി സൗകര്യം ഉണ്ടെന്ന് വിചാരിക്കാം. സ്കൂളുകളിൽ ഭയങ്കര പരിതാപകരാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പലരും ഇത് വെച്ചുകൊണ്ടിരിക്കും. യൂറിനറി ഇൻഫെക്ഷൻ അതുപോലുള്ള ഇത്തരത്തിലുള്ള അസുഖങ്ങൾ എത്ര തള്ളിക്കളഞ്ഞാലും പോകില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ പാഡ് വെച്ചിരിക്കാനായിട്ട് പാടില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യത്തെ 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇത്തിരിയല്ലേ വന്നിട്ടുള്ളൂ, ഇതിനു വേണ്ടി ഇപ്പൊ നമ്മൾ ഒരു പാഡ് കളയണോ, 35 രൂപ കൊടുത്തൊരു പാഡിന്റെ പാക്കറ്റ് വാങ്ങിക്കുന്നതല്ലേ, ഒരു കുറച്ചല്ലേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല, ഇന്നിപ്പോ രാവിലെ വെച്ചാൽ നാളെ വൈകുന്നേരം മാറ്റിയാൽ മതി എന്നൊക്കെ വിചാരിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. കുറച്ചാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പുറത്തു വന്നാൽ അത് വൃത്തികേടാണ്, അത് നമ്മൾ ചേഞ്ച് ചെയ്യണേ വേണം. ഇനി തുണി ഉപയോഗിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം. തുണി ഉപയോഗിക്കുന്നവർ കുറവാണ് എങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാം. നമ്മൾ വിചാരിക്കും, നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പാഡൊക്കെ പുറത്ത് കാണാന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പാഡ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കും അവിടെ ആരാണ് ഉള്ളത്. ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി രഹസ്യമായിട്ട് ചേച്ചിമാരോട് ആംഗ്യം കാണിച്ചിട്ട് പറയും അത് തായോ എന്ന് പറയും. ആണുങ്ങളുള്ള കടകളിലാണെങ്കിൽ നമുക്ക് പോകൂല. ഇനിയിപ്പോ നമ്മളെ ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് പാഡായി നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, നമ്മളെ ബോയ് ഫ്രണ്ട്സ് എങ്ങാനും ഉണ്ട്, അവരേല് വണ്ടി ഉണ്ടോ, ഒന്ന് പോയി ഒരു പാഡ് വാങ്ങിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അയ്യോ അതിനേക്കാളും വലിയൊരു നാണക്കേട് വേറെ ഇല്ല. കാരണം നമ്മൾ ഭയങ്കര മോശക്കാരാവുകയാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് അത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, നമ്മൾ അത് മാറ്റി ആ ചിന്താഗതി നമ്മൾ മാറ്റി കൊണ്ടുവരണം. അതിനിപ്പോ എന്താ കുഴപ്പം, ഇപ്പൊ ഈ കടയില് എടുത്തു തരാൻ നിൽക്കുന്ന ആ കടക്കാരന്റെ വീട്ടിലെ സ്ത്രീകളെല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണ്, പിന്നെന്താ നമുക്ക് പേടിക്കാനുള്ള കാര്യമുള്ളത്? അതത്ര മറച്ചു വെക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഈ സാധനം നമ്മൾ വാങ്ങിക്കുക, പൊതിഞ്ഞു കെട്ടി ഒരു 16 പൊതിയിലാക്കി കവറിലിട്ട് കെട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് കൊണ്ടുവരിക. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ നോർമലി കൊണ്ടുപോകുന്ന സാധനമായിട്ട് തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി തുണിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വൃത്തിയായി കഴുകി ചൂടുള്ള വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുക. ഈ പറഞ്ഞ പോലെ 1 മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യുക, അതിന്റെ അവസ്ഥ നോക്കി അത് റിമൂവ് ചെയ്ത് പുതിയത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ ഈ രഹസ്യ ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ മറ്റ് ശരീര ഭാഗങ്ങളെ പോലെ ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഗുരുതരമായ മറ്റു പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു ഇതാണ്, ഇപ്പൊ നമ്മുടെ റീസെന്റ് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ ഒരു അറിവ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല കുട്ടികളും ഇന്ന് അത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ വ്യാപകമായി തന്നെ അത് പ്രചാരത്തിലായി ഈ ഒരു സാധനം. കാരണം എന്താന്ന് വെച്ചാല് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് വലിയ അപകടം പിടിച്ച കാര്യമൊന്നുമില്ല. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് വളരെ കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം,
നമുക്ക് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ ഇതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര കോടിക്കണക്കിന് സ്ത്രീകളാണ് ഈ ലോകം മുഴുവൻ ഉള്ളത്. ഇവർക്ക് എല്ലാവർക്കും എല്ലാ മാസവും ഇത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോ എത്രയോ ഈ പാഡ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രോസസ്സ് തന്നെ നമ്മുടെ പ്രകൃതിക്ക് ദോഷമുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പോസ് മിക്കവാറും കത്തിച്ച് കളയലാണ് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിത് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യും. അത് മിക്ക ടോയ്ലറ്റുകളും, ഇപ്പൊ സ്കൂളുകളാണെങ്കിലും പബ്ലിക് ടോയ്ലറ്റുകളാണെങ്കിലും പുതിയ ടോയ്ലറ്റ് പോലും ബ്ലോക്ക് ആയി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്താണ്? ഈ പാഡ് നമ്മൾ നേരെ ഊരി ക്ലോസറ്റിലിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും. ഇതിന്റെ പുറം ഭാഗത്തുള്ള പശ പോകുമ്പോൾ ആ ഒരു ഏതെങ്കിലും പൈപ്പിന്റെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ആ ടോയ്ലറ്റ് ഒന്നിനും പറ്റൂല. ടോയ്ലറ്റ് കുത്തി പൊളിച്ച് അതെടുത്ത് മാറ്റാതെ അത് ബ്ലോക്ക് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ആ ഒരു പൊല്യൂഷനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മെൻസ്ട്രൽ കപ്പിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത്, നമുക്ക് ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് പണ്ടൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ സ്പോർട്സ് മേഖല, ആർട്സ് മേഖല, അല്ലെ, ഡാൻസ്, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും കൂടുതൽ വിസിബിലിറ്റി ഇന്ന് പെൺകുട്ടികൾക്ക് ഉണ്ട്. പല പെൺകുട്ടികൾക്കും ഈ ഒരു പ്രശ്നം കാരണം അവരുടെ ഉള്ള കഴിവുകൾ പോലും മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്, അല്ലെ. ആ ഒരു സമയത്താണ് നമുക്ക് എന്തെങ്കിലും പ്രധാന കോമ്പറ്റീഷൻ വരുന്നതെങ്കിൽ നമ്മൾ അത് വേണ്ടാന്ന് വെക്കുന്ന ഒരു അവസ്ഥ പോലും പല പെൺകുട്ടികൾക്കുണ്ട്. കാരണം എന്താണ്? ഈ ഒരു ബ്ലീഡിങ്ങിന്റെ ബുദ്ധിമുട്ട് കാരണം. ഈ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ പാഡ് പോലെയല്ല, നമുക്ക് ഇത് വെച്ചുകൊണ്ട് ഒരിക്കലും ബ്ലഡ് പുറത്തു വരുമെന്ന് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സ്പോർട്സ് ആണെങ്കിലും ആർട്സ്, നൃത്തം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് പ്രാക്ടീസിനൊന്നും നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പിന്നെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പണം ലാഭിക്കാം എന്നുള്ളതാണ്, അല്ലെ. ഒരു 455 രൂപയ്ക്ക് 450 രൂപയ്ക്ക് കൊടുത്താൽ നമുക്കൊരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കാൻ പറ്റും. ഇതിന്റെ യൂസേജ് എന്ന് പറയുന്നത് 10 വർഷത്തോളം നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ്, അല്ലെ. 10 വർഷത്തോളം നമുക്കിത് സ്റ്റെറിലൈസ് ചെയ്ത് വൃത്തിയോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു 10 വർഷം പാഡ് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപ വരും? നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കുക, അല്ലെ. ഒരു നല്ല ബ്ലീഡിംഗ് ഉള്ളവരൊക്കെ ആണെങ്കിൽ 2 പാക്കറ്റ് പാഡെങ്കിലും നമുക്ക് വേണ്ടി വരും. അപ്പൊ പണം ലാഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആണ്. പാഡ് ആണെങ്കിൽ 3 മണിക്കൂർ കൂടുമ്പോൾ മസ്റ്റ് ആയിട്ടും നമ്മൾ മാറ്റണം. ഈ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ നമ്മളുടെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ വരെ നമുക്കിത് വെക്കാം എന്നുള്ളതാണ്. കാരണം അത് പുറത്തേക്ക് വരുന്നില്ലല്ലോ, ബ്ലഡ് അവിടെ തന്നെ ഉള്ളിലല്ലേ. പുറത്തേക്ക് വന്നാലാണ് ഇത് വൃത്തികേടാകുന്നത്. അപ്പൊ അത് നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റൂ. മറ്റ് അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. ഇനി ഈ മെൻസ്ട്രൽ കപ്പിന്റെ ഒരു മോഡൽ നിങ്ങൾ എല്ലാവരും ഗൂഗിളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഒരു മോഡൽ, അതായത് നമ്മുടെ ഒരു ബെല്ലിന്റെ ആകൃതിയിലാണ്. ഇതൊരു റബ്ബർ, അതുപോലെ തന്നെ ഒരു സിലിക്കോൺ മെറ്റീരിയൽ ആണ്. അതിന്റെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹാർഡൊന്നുമല്ല നമ്മൾ ഈ വജൈനയിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ കപ്പ് വെജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്, അല്ലെ. അപ്പൊ അത് പല സൈസിൽ കിട്ടും. സ്മോള്, ലാർജ്, അങ്ങനെ സൈസിൽ കിട്ടും. നോർമലി ഇപ്പൊ നമ്മളെ പോലുള്ള കുട്ടികൾക്കൊക്കെ സ്മോൾ സൈസ് മതിയാകും ഉപയോഗിക്കാനായിട്ട്. ഒരു 30 വയസ്സിന് എബോവ് ഉള്ളവർക്ക്, മാരീഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സെക്ഷുവലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലാണ് ഒരു ലാർജ് സൈസ് ഒക്കെ അവർക്ക് വേണ്ടി വരാം. നമുക്കൊരു സ്മോൾ സൈസ് മതിയാകും. പിന്നുള്ള ഒരു കൺസേൺ ആണ് ഈ വിവാഹം കഴിക്കാത്ത കുട്ടികൾക്ക് ഈ മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോൾ പ്രശ്നമല്ലേ? അതൊരു കൺസേൺ ആണ്. കാരണം അത് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ വജൈനയിലെ കന്യാചർമ്മം പൊട്ടിപ്പോകും. അപ്പൊ നമ്മളുടെ ഒരു പരിശുദ്ധി നഷ്ടപ്പെടും, പവിത്രത നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു സ്ത്രീയായി നമ്മൾ മാറില്ലേ? ഭർത്താവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരിയാകില്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. ഈ കന്യാചർമ്മം എന്ന് പറയുന്നത് വളരെ നേർത്ത ഒരു പാളിയാണ് ഇവിടെ നമ്മുടെ വജൈനയിൽ. സ്ത്രീകളുടെ കാലുകളുടെ ഇടയിൽ എത്ര ദ്വാരം ഉണ്ടെന്നൊന്ന് അറിയാമോ നിങ്ങൾക്ക്? എത്ര ദ്വാരം ഉണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. ഇവിടെ ഒരു പെൺകുട്ടിയുടെ 2 കാലുകൾക്കിടയിൽ എത്ര ദ്വാരങ്ങളുണ്ട്? 3. ഓക്കെ, 3 ദ്വാരങ്ങളുണ്ട്, അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് മലദ്വാരം, മറ്റൊന്ന് നമ്മുടെ ബ്ലീഡ് ചെയ്യുന്ന ഭാഗം, നമ്മുടെ യോനി, മറ്റൊന്ന് നമ്മുടെ മൂത്രദ്വാരം. ഇങ്ങനെ 3 ദ്വാരങ്ങളാണ് സ്ത്രീകൾക്കുള്ളത്. ആൺകുട്ടികൾക്കാണെങ്കിൽ 2 ഉള്ളൂ, മലദ്വാരവും പിന്നെ അവരുടെ നമ്മുടെ മൂത്രം പോകുന്ന ഭാഗവും ബീജം പുറത്തേക്ക് വരുന്നതും ഒക്കെ ഒരേ ഒരു
ദ്വാരത്തിലൂടെയാണ്. അപ്പൊ 2 ഉള്ളൂ, സ്ത്രീകൾക്ക് 3 ഉണ്ട്. അപ്പൊ അതില് നമ്മളുടെ വജൈനയുടെ തൊട്ടുമുകളിലാണ് എന്തുള്ളത്, മൂത്രദ്വാരം ഉള്ളത്. അപ്പോ ഈ വജൈനയിലേക്കാണ് നമ്മൾ ഈ സാധനം ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ വജൈനയില് നേരത്തെ ഒരു പാട പോലെ കാണുന്ന ഒരു സംഭവമാണ് ഈ കന്യാ ചർമ്മം എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മുടെ പരിശുദ്ധിയുടെ സിമ്പലൊന്നും അല്ല. ചില പെൺകുട്ടികളിൽ ജന്മന ഈ സാധനം ഉണ്ടാവുന്നില്ല, ചിലരിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അതുണ്ടെങ്കിൽ തന്നെയും അത് നമ്മള് എന്താണ്, ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാര്, സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, സൈക്ലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, നൃത്തം ചെയ്യുന്ന കുട്ടികൾ, ഇവരിലൊക്കെ ഇത് പോയിട്ടുണ്ടാവും ഈ സാധനം. അല്ലാതെ ഇത് നമുക്ക് കല്യാണം കഴിക്കുന്നത് വരെയും നമുക്ക് പൂജിച്ച് പൂവിട്ട് പൂജിച്ച് കാത്തു വെക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നും അല്ല ഇത്. അപ്പൊ അതുകൊണ്ട് അത് പോയി എന്ന് വെച്ച് നമുക്ക് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ പ്രിഫർ ചെയ്യാം, പെൺകുട്ടികൾക്ക് പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തടസ്സവും ഇതുകൊണ്ട് ഇല്ല. ആ ഒരു കൺസേൺ ഒന്നും നമ്മൾ വേണ്ട. ഫസ്റ്റ് യൂസിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം നമ്മളുടെ ആ ഒരു ഭാഗം, വജൈനയുടെ ആ ഒരു ഉൾഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഒരു പെയിൻ ഉണ്ടായിരിക്കും. വലിയ പെയിൻ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു 2-3 യൂസോട് കൂടി അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നും. ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത് നമുക്കതൊരു കപ്പ് മോഡലിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ആ ഒരു വായ്ഭാഗം ഉണ്ട്, അവിടെ നമ്മൾ ഒരു വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ അതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഈ ഫോൾഡ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യുക, പിടിച്ചിട്ട് നമ്മളുടെ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഉണ്ടാവും. അപ്പൊ അത് ശരിക്കും ഇൻസേർട്ട് ആയി എന്നാണ് അർത്ഥം. അത് നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ താഴ്ഭാഗത്ത് ചെറിയൊരു നീളത്തിലൊരു വടി പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും. അതങ്ങനെ അവിടെ കയറി അവിടെ ഇരുന്നോളും, യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ടില്ല. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ചതായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ അത് നമുക്ക് കളയണമെന്ന് തോന്നുമ്പോൾ അത് യൂറിൻ പാസ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. യൂറിൻ അത് വഴിയൊന്നുമല്ലല്ലോ നമ്മൾ പാസ് ചെയ്യുന്നത്. യൂറിൻ പാസ് ചെയ്യുന്നത് വേറൊരു വഴിയാണ്, അതിന്റെ തൊട്ട് മുകളിലുള്ള മൂത്രനാളി വഴിയാണ് യൂറിൻ പാസ് ചെയ്യുക. അപ്പൊ അതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിന്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ നീളത്തിലൊരു ഇതുണ്ടാവും, നിങ്ങൾ കണ്ടുണ്ടാവും അതിന്റെ പിക്ചറിൽ. അവിടെ അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്തിട്ട് നമ്മൾ താഴേക്കൊന്ന് വലിച്ചാൽ മതിയാകും. അപ്പൊ ആ ബ്ലഡ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതിൽ ഒരു 20 മില്ലി ബ്ലഡ് വരെയൊക്കെ നമുക്ക് അതിൽ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചൂസ് ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയണത്, അപ്പൊ നമ്മൾ ഹൈജീന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നമാണ് PCOD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. PCOD പലരും കേട്ടിട്ടും ഒക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ PCOD. അത് നമ്മളുടെ ഈ ഒരു അണ്ടാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. PCOD എന്ന് പറയുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അത് കുറച്ച് അപകടമായിട്ടുള്ള കാര്യമാണ്. അത് തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ ഉണ്ടാകുന്ന അവസ്ഥയെ വരെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. PCOD ഉള്ള കുട്ടികളുടെ ലക്ഷണം എന്താണ്? ശരീരം കുറച്ച് വീർത്തിരിക്കും, വണ്ണം വെക്കും, കഴുത്തിന്റെ ചുറ്റും ഒരു കറുപ്പ് കളർ ഉണ്ടായിരിക്കും, മുടിയൊക്കെ കൊഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ PCOD കൊണ്ടുണ്ടാവും. ആർത്തവം ക്രമമായിരിക്കില്ല, അതുപോലെ വെയിറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഈ PCOD-യുടെ ഇത്രയും ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ PCOD-യുടെ ലക്ഷണമാണ്, അതിനു വേണ്ട ഒരു ഡോക്ടറെ കണ്ട് അതിനു വേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഈ PCOD ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികളിലും, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോർമോണ് ഒരു ചെറിയൊരു അളവിൽ ഉണ്ടായിരിക്കും. ആൺ ഹോർമോൺ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിരിക്കും. അപ്പൊ അത് കുറച്ചു കൂടുമ്പോൾ നമ്മുടെ അണ്ടാശയത്തില് അണ്ടോൽപാദനത്തിനെ തടസ്സപ്പെടുത്തും, അല്ലെ? അണ്ടം നമ്മുടെ ഫോളിക്കിളുകളുടെ ഉള്ളിലാണല്ലോ ഈ അണ്ടം രൂപപ്പെടുക. ഈ ഫോളിക്കിളില് അണ്ടം കൃത്യമായിട്ട് രൂപപ്പെടുക, അത് പുറത്തേക്ക് വരാത്തൊരവസ്ഥ ഉണ്ടാവും, ഓവുലേഷൻ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്? മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. അത് ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ അത് അപകടാവസ്ഥയാണ്. അപ്പൊ PCOD-ക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാവരും ചെയ്യണം. ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട റെമഡി നമ്മൾ കാണേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ അനീമിയയുടെ കാര്യം നമ്മൾ പറഞ്ഞു.
അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സാമൂഹിക പരമായിട്ടുള്ള കുറെ എന്താ പറയാ കുറെ സ്റ്റിഗ്മ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആർത്തവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അശുദ്ധി എന്നാണ് അർത്ഥം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു സെക്സ് ജെൻഡറിന്റെ കാര്യം പറഞ്ഞപ്പോ, ആർത്തവം എന്ന് പറയുന്നത് തികച്ചും ബയോളജിക്കലാണ്, അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ ഒരു മാറ്റമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ മുടി വളരുന്നുണ്ട്, നഖം വരുന്നുണ്ട്. ഇപ്പൊ ഈ അഡോളസൻ പീരീഡിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും മാറ്റം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ അശുദ്ധിയിൽ പെടേണ്ടതല്ലേ? അപ്പൊ അതൊന്നും അശുദ്ധിയിൽ പെടുന്നില്ലല്ലോ. ഇതെങ്ങനെയാണ് അശുദ്ധിയാകുന്നത്? അപ്പൊ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? ആർത്തവം എന്ന് പറയുന്നത് എന്തല്ല, ഒരു അശുദ്ധിയാണോ അശുദ്ധി അല്ലേ എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിന്റെ പേരിലുള്ള ഒരു വിവേചനം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനുവദിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. അതിന്റെ പേരിലുള്ള ഒരു വിവേചനം. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അതിന്റെ പേരിൽ ഒരുപാട് വിവേചനങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പില് ഭർത്താക്കന്മാര് സ്ത്രീകളെ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് മാറ്റിക്കിടത്തുന്ന ഒരവസ്ഥ, മാറിക്കിടക്കണം, വേറൊരു സ്ഥലത്ത് മാറിക്കിടക്കണം, കാരണം അവള് അശുദ്ധയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മള് മറ്റുള്ള പൊതുപരിപാടികളോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് മാറി, ഇപ്പൊ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ പാലക്കാടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അവര് ആ സമയത്ത് ഒരു പ്രത്യേക സ്ഥലം അവർക്ക് റൂം ഉണ്ട്, അവർക്ക് ഒരു ഇരുട്ടുള്ള ഒരു റൂം, അവിടെ പോയി അവരിയ്ക്കണം ഈ 7 ദിവസവും. അത് കഴിഞ്ഞിട്ടേ പുറത്തു വരാൻ പറ്റും. പുറത്തായി എന്നാണ് പറയാ, അല്ലെ? പെൺകുട്ടികൾ നമ്മൾ ഔട്ടായി, നമ്മൾ പുറത്തായി, അതായത് പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ പുറത്തായി. അതാണ് അതിന്റെ ഒരു ധാരണ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു തെറ്റായ ഒരു ധാരണയാണ്. ഇതിൽ തികച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അതിനെ അശുദ്ധിയായി കണക്കാക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ കണക്കാക്കിയാലും ഇതിന്റെ പേരിൽ ഒരു വിവേചനം എന്ന് പറയുന്നത് എന്തല്ല, അത് തെറ്റാണ്. അത് നിയമപരമായും തെറ്റാണ്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത്, ഡിസ്ക്രിമിനേഷനെ കോൺസ്റ്റിറ്റ്യൂഷൻ കഠിനമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ട്. അത് നിയമവിരുദ്ധമാണ്, അല്ലെ? എന്തിന്റെ ഒക്കെ പേരിലുള്ള, കാസ്റ്റ്, ക്രീഡ്, സെക്സ്, ജെൻഡർ, റേസ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതിന്റെ ഒക്കെ പേരിൽ നമ്മൾ എന്ത് പാടില്ല, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും വിവേചനവും പാടില്ല. അൺടച്ചബിലിറ്റി അത് ആർട്ടിക്കിൾ 17 പ്രകാരം നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്, നിയമപരമായി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ പേരിലുള്ള വിവേചനം, ഡിസ്ക്രിമിനേഷൻ എന്താണ്, തെറ്റാണ്, അത് പാടില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോ ആർത്തവത്തിന് അങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികൾ ആർത്തവമായി കഴിഞ്ഞാൽ, വലിയ കുട്ടികളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായി, വലിയ പെണ്ണുങ്ങളായി. പിന്നെ നമ്മൾ എന്ത് പാടില്ല, ഉറക്കെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, മറ്റു വീടുകളിൽ പോയിട്ട് ജീവിക്കേണ്ടവരാണ്, നമ്മൾ ഒതുങ്ങണം, നല്ലോണം ഒതുങ്ങി ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. അത് ആയതിനു ശേഷം നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, അതിൽ നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇതിന്റെ പേരിൽ മാത്രം നമ്മുടെ ചില ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില താല്പര്യങ്ങൾ, നമ്മുടെ ചില ലക്ഷ്യങ്ങൾ ഇതൊന്നും മാറ്റിവെക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളത് നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഇതിൽ ആൺകുട്ടികളെ കൂടി ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആൺപിള്ളേർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങളാണ് ഇതിലുള്ളതെങ്കിലും ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾ മാത്രം ഇത് മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് രണ്ട് ആളുകളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലുള്ള വിവേചനങ്ങളോ മറ്റു കാര്യങ്ങളോ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിവേചനം, ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെ? തുല്യത, ഇക്വാലിറ്റി. ഈ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ വീടുകളിൽ നിന്ന് ആരംഭിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു. ഇപ്പൊ നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞു വന്ന ചില പഴമൊഴികളുണ്ട്. ആ പഴമൊഴികളിൽ നമ്മൾ പറയും എന്ത്, ഇങ്ങനെ പറയും എന്ത്,
അമ്മ മതിൽ ചാടിയ മകള് വേലി ചാടും എന്ന് പറയും അല്ലേ? അതായത് മക്കൾ ദുഷിച്ചു പോയാൽ അതിന്റെ കുറ്റം അമ്മമാർക്കാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് പഴഞ്ചൊല്ലാണ്. അങ്ങനെ പറഞ്ഞു വരുന്ന കുറെ സ്ത്രീ വിരുദ്ധ പഴഞ്ചൊല്ലുകൾ പോലും ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയാ, നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതുപോലുള്ള ചില സ്ത്രീ വിരുദ്ധ പഴഞ്ചൊല്ലുകൾ പറയാൻ പറ്റും അല്ലെ? ചെമ്മീൻ ചാടിയ ചട്ടിയോളം, അങ്ങനെ ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നാരി ഭരിച്ചിടും നാരകം നട്ടിടും, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ കുറെ സ്ത്രീ വിരുദ്ധ പഴഞ്ചൊല്ലുകൾ അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അതായത് അവർ ഒതുങ്ങി നിൽക്കണം, അങ്ങനത്തെ ഒരു ചിന്താഗതി. അപ്പൊ അത് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണം. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആൺകുട്ടികളോട് കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പുറത്തേക്കൊന്നും നോക്കണ്ട. നമ്മൾ സമൂഹത്തിലെ എന്താ പറയാ അസമത്വങ്ങളെ കുറിച്ചും അനീതികളെ കുറിച്ചും ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളുടെ ഫാമിലിയിലേക്ക് വരിക, നമ്മുടെ വീട്ടിലേക്ക് വരിക. നമ്മുടെ വീട്ടില് ചില കാര്യങ്ങൾ, ഇപ്പോ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ, മുറ്റമടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആമ്പിള്ളേര് വീടിന്റെ ഉമ്മറം അടിച്ചു പോരുക അല്ലെങ്കിൽ മുറ്റടിച്ചു പോരുക എന്ന് പറഞ്ഞാൽ എത്ര അമ്മമാര് സമ്മതിക്കും? അത് പാടില്ല. അപ്പുറത്തുള്ളവർ വിചാരിക്കും എന്ത്, നീ ഒരു പെൺകോന്തനാന്ന് വിചാരിക്കും, നീ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പെൺകുട്ടികളാണെങ്കിൽ അത് ചെയ്യാം. എന്താ, പെൺകുട്ടികളാണെങ്കിൽ അത് ചെയ്യണം. പെൺകുട്ടികൾ ജോലി ചെയ്യണം. ഇപ്പൊ നമ്മൾ കഴിച്ച പ്ലേറ്റ് വരെ ആൺപിള്ളേര് കൊണ്ടുപോയി കഴുകുകയാണെന്നുണ്ടെങ്കിൽ അമ്മമാര് വിലക്കാറുണ്ട്. പെൺകുട്ടികൾക്ക് അത് ബാധകമല്ല, പെൺകുട്ടികൾ അത് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വീട്ടു ജോലികളിലുള്ള ചില അസമത്വങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ പൊതു കളി മൈതാനങ്ങളുണ്ട് അല്ലെ? നമ്മുടെ നാട്ടുംപുറങ്ങളിലൊക്കെ കളി മൈതാനങ്ങളുണ്ട്. നമ്മൾ അവിടെ എത്ര സ്ത്രീകളെ വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും? ആൺകുട്ടികളുടെ ഒരു വിസിബിലിറ്റിയാണ് അവിടെ കൂടുതലുള്ളത്. പെൺകുട്ടികൾക്ക് ആ ഭാഗത്തേക്ക് അപ്രോച്ച് കുറവായിരിക്കും. കാരണം എന്താണ്? ആൺകുട്ടികളുടെ ആ കളി മൈതാനത്ത് പെൺകുട്ടി പോയി കളിച്ചു, പിന്നെ എന്തായി, നാട്ടിൽ മുഴുവൻ അത് പാട്ടായി, പ്രശ്നമായി അല്ലേ? അങ്ങനെയുള്ള ചില ഇനീക്വാലിറ്റീസ്. നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിപ്പാട്ടങ്ങളിൽ കാണിക്കുന്ന ഡിഫറൻസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ? പെൺകുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്ത് കളിപ്പാട്ടാണ്? പാവക്കുട്ടീനെ വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ കഞ്ഞിയും കറിയും വെക്കുന്ന ചില ചട്ടിയും കലവും വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അത് വെച്ച് കളിക്കണം അവള്. ആൺകുട്ടികൾക്കാണെങ്കിൽ തോക്ക്, ജീപ്പ്, അങ്ങനെ ഇത്തിരി വൈര്യം ഉള്ള ചില സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അവിടെ അവര് വീരന്മാരും പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മാറും. അവിടെ തൊട്ട് നമ്മളുടെ ഒരു ഡിഫറൻസ് തുടങ്ങാണ്, ഒരു ജെൻഡർ ഡിഫറൻസ് തുടങ്ങാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ വീടുകളിൽ ചേഞ്ച് വരും. നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വന്നാൽ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മനസ്സിലെ ആ ഒരു ചിന്താഗതിയിൽ മാറ്റം വന്നാൽ തന്നെ ഒരുപാട് ഇനിക്വാളിറ്റീസിനെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റും. നമ്മൾ ചിന്തിച്ചാൽ മതി. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മളെപ്പോഴും ഒരാൾ പറയുമ്പോ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ അപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങണം എന്നല്ലല്ലോ. നമ്മൾ കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ട് എല്ലാത്തിനെയും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോ ആ ഒരു രീതി നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ കുട്ടികളിലും ആ ഒരു ശീലം, അതൊരു ഹാബിറ്റ് ആക്കി മാറ്റാന്നുള്ളതാണ്. അതായത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരുപോലെ കാണാന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റിയാൽ നമുക്ക് കുറെയൊക്കെ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഒരു ഇക്വാലിറ്റിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ആർത്തവത്തെ കുറിച്ച് പറയുമ്പം ഈ ഒരു വിഷയം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി ഇവിടെ അവതരിപ്പിച്ചത്. ഇപ്പോ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് 1 മണിക്കൂറൊന്നും പോരാ. ശരിക്കും ഒരു 1 ഡേ വർക്ക്ഷോപ്പ് പോലെ ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആണ് ഈ ഒരു വിഷയം. ഇതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വളരെ ബ്രീഫ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് കുറെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അപ്പൊ അതിനു മുന്നേ തന്നെ ഞാൻ സ്നേഹിതയുടെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ സ്നേഹിതയ്ക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് ഇവിടെ 24 hour ആണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത്. ഇവിടെ എപ്പോ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പൊ നമുക്കറിയാം, ഇപ്പോ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മളെ വീട്ടിലാണ് കുറെ സമ്മർദ്ദങ്ങൾ നമുക്കുണ്ട്. ഫാമിലി ഇഷ്യൂസ് ആവാം, നമ്മുടെ എന്താ പറയാ നമ്മളുടെ പേഴ്സണൽ ഇഷ്യൂസ് ആവാം, നമുക്കുണ്ടാകുന്ന മെന്റൽ സ്ട്രെസ്, ആൻസൈറ്റി, അങ്ങനെയുള്ള ഡിപ്രഷൻ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും. ഈ ആർത്തവുമായി ബന്ധപ്പെട്ട് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ത്?
പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന മൂഡ് വേരിയേഷൻസ്, അതായത് ഈ ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ പീരീഡ്സിന്റെ തൊട്ടു മുമ്പ് ചില കുട്ടികൾക്ക് വിഷാദം, അതായത് മൂഡ് ഓഫ് ആവുക, ഒരു കാരണവും ഇല്ലാണ്ട് നമുക്ക് കരച്ചിൽ വരും അല്ലെ, പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ കരയും. അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യം കൂടുതലായിരിക്കും. എന്താ പറയാ, അപ്പൊ അത് ഈ പീരീഡ്സിന്റെ മുന്നോടിയായിട്ട് ഉണ്ടാകുന്നതാണ്. അത് നീണ്ടു നിൽക്കൊന്നുമില്ല, അത് ഈ ഒരു പീരീഡ്സ് കഴിയുന്നതോടുകൂടി ആ ഒരു പ്രശ്നം മാറും. ചില ആളുകളിൽ മാറാതെ ഇരിക്കാം, ഒരു 1-2 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഡിപ്രഷൻ, ആൻസൈറ്റി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദേഷ്യം, അഗ്രസീവ് ആകുന്ന ഒരു നേച്ചർ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനാവശ്യമായ കൗൺസിലിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അത് നമ്മൾ സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ ചില സ്ത്രീകളിൽ നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഒരു 50 വയസ്സിനോടടുത്ത അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ചില സമയത്ത് അവർ ഭയങ്കര ദേഷ്യമായിരിക്കും അമ്മമാർക്ക്. നമ്മൾ ഉദ്ദേശിച്ച അത്ര പോലെ പ്ലസന്റ് ആയിട്ട് അവർ ഇരിക്കണമെന്നില്ല. വെറുതെ ഒരു കാരണമില്ലാണ്ട് നമ്മളായിട്ട് വഴക്കടിച്ചുകൊണ്ടിരിക്കും, അച്ഛന്മാരായിട്ട് വഴക്കടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഈ അമ്മയ്ക്ക് എന്തിന്റെ കേടാ, ഇത്രയും നാളൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, ഇതെന്താ പെട്ടെന്ന് തലതിരിഞ്ഞു പോയത്, അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു സമയത്ത് സ്ത്രീകളിൽ മെനോപോസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അല്ലെ. ഈ ആർത്തവം എന്ന് പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനൊന്നും ഉണ്ടാവൂല. ഒരു 50 വയസ്സോടുകൂടി ആർത്തവം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും. അപ്പൊ ഇത് സ്റ്റോപ്പ് ആകുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണിന്റെ വേരിയേഷൻസ് വരും. അപ്പൊ അതുമൂലം നമുക്ക് ഈ പറഞ്ഞ പോലുള്ള മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമ്മൾ ആണുങ്ങൾ, അതായത് പുരുഷന്മാര് കൃത്യമായി മനസ്സിലാക്കണം. നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ചും കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മളുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞ ഭാര്യമാര് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കും, ദേഷ്യപ്പെടും. ചില സമയത്ത് അവർ വളരെ കൂളായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അതോടുകൂടി പ്രശ്നം ഗുരുതരാവസ്ഥയിലേക്ക് പോകും. ഡൈവോഴ്സ് വരെ എത്തിയ കേസുകളുണ്ട് അല്ലെ. കാരണം എന്താണ്, ഒരു കാരണവും ഇല്ലാണ്ട് പെട്ടെന്ന് വഴക്കടിക്കുന്നു, അവളൊരു വഴക്കാളിയായിട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ അത് അതുകൊണ്ടല്ല, ഇങ്ങനെ പീരീഡ്സ്, അപ്പൊ എന്തെങ്കിലും മൂഡ് വേരിയേഷൻസ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കുന്നത് പീരീഡ്സിന്റെ ടൈം ആവാറായോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു സിംറ്റം ആയിട്ട്, എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, അതിന്റെ ഒരു സിംറ്റം ആയിട്ട് ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അമ്മമാര് വീട്ടിൽ ഈ ഒരു പ്രായത്തിൽ കൂടുതലായിട്ട് ഇത്തരം ഡിസോർഡേഴ്സ് അവരിലുണ്ടെങ്കിൽ ഈ ഒരു മെനോപോസുമായി ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി ഈ ഡിപ്രഷൻ ഒക്കെ ഭയങ്കര എക്സസീവ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് അതിനൊരു ആന്റി ഡിപ്രഷൻ മെഡിസിൻസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലപ്പോൾ സൂയിസൈഡ് വരെയൊക്കെ എത്താൻ സാധ്യതയുണ്ട് ഈ ഒരു കാര്യം. എല്ലാവരിലും എക്സസീവ് ആവണമെന്നില്ല, ചിലരിൽ കൂടുതൽ എക്സസീവ് ആയിട്ട് കാണാറുണ്ട്. അപ്പൊ അതും കൂടി ഇതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മളുടെ ലൈഫ് പാർട്ട്ണർ ഏറ്റവും കൂടുതൽ നമ്മളുടെ പങ്കാളിയെ മനസ്സിലാക്കേണ്ടത്. ആ ഒരു കാര്യത്തിലാണ് നമ്മളുടെ പങ്കാളിക്ക് ഉണ്ടാകുന്ന ഇത്തരം മാനസികമായ ബുദ്ധിമുട്ടുകളെ. ശാരീരിക അസ്വസ്ഥതകളുണ്ട്, വയറുവേദന, അടിവയറുവേദന, പുറം വേദന, തണ്ടൽ വേദന, ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് പീരീഡ്സുമായി ബന്ധപ്പെട്ട്. അത് ചിലരിൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയ വേദനകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ്, അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളുടെ ഈ ഒരു ബ്ലഡ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അല്ലെ. അപ്പൊ അത് പുറത്തു പോകാൻ വേണ്ടി ഗർഭപാത്രം ഒന്ന് ചുരുങ്ങുകയും ഒന്ന് വികസിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന വേദനകളാണ്. അപ്പൊ അത് നമുക്ക് ഈ ഒരു കൂടി വന്ന 1-2 ദിവസമേ ഉണ്ടാവുള്ളൂ, അത് മാറിക്കോളും. ചൂടുവെള്ളം പിടിക്കുക, ബാഗിൽ ചൂടുവെള്ളമാക്കിയിട്ട് അത് പിടിക്കാം. അതുപോലെ തന്നെ കുപ്പിയിൽ ചൂടുവെള്ളമാക്കി നമ്മുടെ അടിവയറ്റിൽ പിടിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ റെമഡീസ്, ചൂടുവെള്ളം കുടിക്കുക, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കത് മാറും. തീരെ പറ്റാത്താണെങ്കിൽ മെഫ്താൽസ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുളിക നമ്മളെ കുട്ടികളൊക്കെ കഴിക്കാറുള്ളതാണ്. അതൊന്നും കൂടുതലല്ല, ഒന്ന് ക്ഷമിക്കാൻ വേണ്ടി നമ്മളത് കഴിക്കാം. അങ്ങനെ ഡോക്ടറെ കണ്ടത് കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അത്രയും അസ്വസ്ഥതകളാണ് ഇതുള്ളൂ. പിന്നെ ഇതൊരു വലിയ ബേർഡൻ ആയിട്ടൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ മുമ്പ് സ്കൂളിലാണ് 5 വർഷം ജോലി ചെയ്തത്. കൗമാര കുട്ടികൾക്ക് കൗൺസിലിംഗ് അധ്യാപികയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, എല്ലാ ദിവസവും സ്റ്റാഫ് റൂമിൽ ഒരു 4-5 പെൺകുട്ടികൾ ഇങ്ങനെ തലയമ്മ കയ്യും വെച്ച് കിടക്കുന്നുണ്ടാവും. എന്താ പ്രശ്നം, എന്താ അസുഖം എന്ന് ചോദിച്ചാൽ പറയും പീരീഡ്സ്. അപ്പൊ നമുക്ക് തോന്നും പീരീഡ്സ് ഒരു അസുഖമാണോ എന്ന് തോന്നും.
അല്ലെ? പീരീഡ്സിന് ഒരു അസുഖമായിട്ടൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ കാണുന്നത്. അങ്ങനെയല്ല, ഒരു ഹാപ്പി പീരീഡ് നമുക്ക് ഉണ്ടാവണം. അതിനെ ആ ഒരു നമ്മുടെ ശരീരത്തിന്റെ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. അങ്ങനെ ഒരു അസുഖമായിട്ടൊന്നും നമ്മൾ അതിനെ കാണണ്ട. ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലൊരു ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇനി പറയുമ്പോൾ നമുക്ക് കുറെ പോയിന്റ്സ് ഇങ്ങനെ വരും. അപ്പോ ചുരുങ്ങിയ ഈ ഒരു സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഉത്തരം പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് ആവശ്യമോ ഇത്തരത്തിലുള്ള ഡിപ്രഷനോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് സ്നേഹിതയിൽ വിളിക്കാം. സൗജന്യാണ്. ഡയറക്റ്റ് കൗൺസിലിംഗ് ഉണ്ട്, ടെലി കൗൺസിലിംഗ് സംവിധാനം ഉണ്ട്, ലീഗൽ സപ്പോർട്ട് വേണമെങ്കിൽ അതുണ്ട്, ഷെൽട്ടർ വേണമെങ്കിൽ അതുണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യവും നമുക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ പക്ഷെ വിളിക്കണം. എന്ത് പ്രശ്നമാണെങ്കിലും, മാനസികമായിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ വിളിച്ച് നമ്മളോട് പറയണം. അപ്പൊ നമുക്കറിയാം അല്ലേ, ഇപ്പൊ ഈ കോളേജ് നമ്മൾ സാധാരണ സ്കൂൾ കുട്ടികൾക്കാണ് ഇത്തരം അവയർനെസ് കൊടുക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താണെന്നറിയാം, ഇപ്പൊ കുറച്ചു നാള് മുമ്പ് ഈ കൊലപാതകങ്ങൾ അല്ലെ, അതായത് പ്രണയം നിരസിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്യുക, പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, ആസിഡ് അറ്റാക്ക്, ഇത്തരം അതിക്രമങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. ഭയങ്കര ക്രൂരമായ അതിക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ സൂയിസൈഡ്, നമുക്കറിയില്ല, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. നമുക്കറിയില്ല എന്താ റീസൺ എന്ന്. നമുക്ക് ഫ്രണ്ട്സ്, പോലീസ് ചോദിക്കും ഫ്രണ്ട്സിനോട്, പക്ഷെ നമുക്കറിയില്ല റീസൺ എന്താന്ന്. നമ്മുടെ കൂടെ ചിരിച്ചു കളിച്ച് നടക്കുമ്പോഴൊക്കെ ഉണ്ടാവും, പക്ഷെ ഉള്ളിലേക്ക് അവരറിയാൻ നമുക്ക് പറ്റാറില്ല പലപ്പോഴും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെറുതായി കാണരുത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ അവർ സ്റ്റാറ്റസ് ഇടുമ്പോൾ ചിലപ്പോൾ കൈ മുറിച്ചിട്ടുള്ള ഒരു ഇതുണ്ടാവും, എന്തെങ്കിലും ദുഃഖം പിടിച്ച സ്റ്റാറ്റസ് ഒക്കെ ഇടും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ചോദിക്കുക, എന്താടി നിനക്ക് പറ്റിയത്, എന്താ നീ അങ്ങനെ ഇട്ടത്, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ, ഉണ്ടെങ്കിൽ പറ, നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടും കൂടി നമ്മൾ കൊടുക്കുക. NSS വളണ്ടിയേഴ്സ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഇങ്ങനെ ഒരു സർവീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും നിങ്ങളൊരു അവയർനെസ് കൊടുക്കണം. നമ്മളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, സ്നേഹിതയുടെ വെബ്സൈറ്റ്, സ്നേഹിത തൃശ്ശൂർ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്, ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കാം. നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായ എല്ലാ സപ്പോർട്ടും നമ്മൾ തരും കേട്ടോ. ഇത്രയാണ് പറയാനുള്ളത്. ഇത്രയും നേരം എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. എന്താ പറയാ, ഇത്രയും ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും ഉപകാരപ്രദമായ ഒരു ക്ലാസ് നമുക്ക് തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നാലും ഒത്തിരി സന്തോഷമുണ്ട്. ഏകദേശം നമ്മുടെ എല്ലാ സംശയങ്ങളും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളും ഈ ഒരു ക്ലാസ്സിലൂടെ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആർക്കെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ജനു, ആ ഇൻബോക്സിൽ കുറച്ച് ഡൗട്ട്സ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു കൊടുത്തോളൂ. ഓക്കെ. മാം, മെഡിസിൻ കഴിക്കുന്നത് നല്ലതാണോ എന്ന്, പെയിൻ മാറാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മെഡിസിന്റെ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നതാണ്. മെഡിസിൻ എന്ന് പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യാവുന്ന പെയിനും മറ്റു കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടിപ്സ് വെച്ച് നമ്മളത് നോക്കുക. ഒരിക്കലും നമ്മൾ ഇത് നമ്മുടെ ജീവനെ അപഹരിക്കുന്ന തരത്തിലൊന്നും ഈ ഒരു പ്രശ്നം പോകില്ല. അപ്പൊ നമുക്ക് മാനേജ് ചെയ്യാവുന്ന പെയിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാം. അത്രയും പറ്റുന്നില്ല, നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു, നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് വേറെ സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സ്ഥിരമായി നമ്മളത് എന്റർടൈൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, താങ്ക് യു മാം. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ നേരത്തെ മെൻസസ് ആവുന്ന പറയുന്നുണ്ട്, അത് ഫാസ്റ്റ് ഫുഡിന്റെ ഒക്കെ കാരണം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
ഫുഡ് ഹാബിറ്റ് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം നമുക്കറിയാം മെൻസസ് എന്ന് പറയുന്നത് തികച്ചും നമ്മുടെ ഈ ഹോർമോണിന്റെ ഒരു വേരിയേഷൻ മൂലം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഓരോ ആളുകളിലും ഈ മെൻസസിന്റെ നേച്ചർ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ അതായത് എമൗണ്ട് ഓഫ് ബ്ലഡ്, ഉണ്ടാവുന്ന ഡ്യൂറേഷൻ, ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഒക്കെ ഈ ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ചില ഫുഡ് ഐറ്റംസ് അത് നമ്മുടെ ശരീരത്തിൽ ഹോർമോണിന്റെ ഒരു ഇംബാലൻസ് സൃഷ്ടിക്കുകയും പ്രകൃത്യാ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു സൈക്കിളിനെ, ഈ ഒരു ക്രമത്തിനെ അത് തെറ്റിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഫലമായിട്ടൊക്കെ ഇത്തരത്തിൽ ഭയങ്കര നേരത്തെ ഈ ഒരു മെൻസ്ട്രേഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാം ഫുഡ് കൊണ്ട് തന്നെ ആവണം എന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ടും ഈ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാം, ചൂടുള്ള ടീ ഓർ കോഫി കുടിക്കുന്നത് നല്ലതാണെന്നും മോശമാണെന്നും പറയുന്ന അഭിപ്രായമുണ്ട്. അതിൽ ഏതാണ് ശരിയെന്നൊന്ന് പറയാം. ടീ, കോഫി ചൂടുള്ളതായാലും തണുത്തതായാലും അത് ഓവർ ആയിട്ട് കഴിക്കുന്നത്, ഇപ്പൊ നമ്മൾ എന്തും അമിതമായാൽ അമൃതും വിഷം എന്നാണല്ലോ പറയാ, അത് നമ്മളുടെ ശരീരത്തിന് നല്ലതല്ല. അതൊരു പരമാവധി അത് നമ്മൾ കുറയ്ക്കുന്നതാണത്. ഇപ്പൊ ടീ, കോഫി നമ്മൾ കുടിക്കുമ്പോൾ എന്തായാലും അതിൽ നമ്മൾ മധുരം ഇടും, അല്ലേ? മധുരം ഡെയിലി, പ്രത്യേകിച്ച് പഞ്ചസാര ഡെയിലി നമ്മുടെ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ഹെൽത്തിന് നല്ലതല്ല. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഒരു ബോഡി കോൺഷ്യസ് ആണ് ഈ ഒരു സമയത്ത്, അല്ലെ? പെൺകുട്ടികളെ സംബന്ധിച്ചൊക്കെ, ആൺകുട്ടികളാണെങ്കിലും നമ്മളുടെ ബോഡി നമ്മൾ വളരെയേറെ കെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വെയിറ്റ്, ആ ഒരു സ്ലിം ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹം. സ്ലിം ആയില്ലെങ്കിലും കുഴപ്പമില്ല, വയറുണ്ടാവരുത്, അല്ലെ? വയറ് ചാടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു, അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബോഡി ഷെയിം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ സംബന്ധിച്ച് കൂടുതലുണ്ട്, അല്ലെ? ചിലവരത് എന്താ പറയാ ഭയങ്കരമായിട്ട് എക്സസൈസ് നിർബന്ധമാണ് കേട്ടാ. എക്സസൈസിൽ ഒരു കോംപ്രമൈസും ഇല്ല. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഡെയിലി എക്സസൈസ് ചെയ്യണം. അതൊരു ലിമിറ്റഡ് പീരീഡ്, ഒരു 15 ടു അരമണിക്കൂർ വരെയെങ്കിലും നമ്മൾ എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്കിലേ നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ PCOD പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ വെയിറ്റ് ലോസ് ആണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. വെയിറ്റ് ലോസിന് എക്സസൈസ് നിർബന്ധമാണ്. അപ്പൊ ഈ പറയുന്ന ചായ, കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മധുര പലഹാരങ്ങളൊക്കെ ഓവറായിട്ട് കഴിക്കുമ്പം ഈ മധുരം ഉള്ളിലേക്ക് എടുക്കും. അത് നമ്മളുടെ ശരീരത്തിന് എന്താ പറയാ ഈ വയറ് ചാടാനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാണ്. അപ്പൊ അത് നമ്മൾ പരമാവധി അതിനെ കുറച്ച് കൊണ്ടുവരികയാണ് ഏറ്റവും നല്ലത്. ബോഡിയൊക്കെ നല്ല രീതിയിൽ, ഇപ്പൊ നമ്മൾ ശരീരത്തിന് നമ്മുടെ ഹൈറ്റിന് അനുസരിച്ചുള്ള വെയിറ്റ് വേണമെന്നുണ്ടല്ലോ, ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ട്. അത് നോക്കി നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ആർത്തവത്തില് ക്രമക്കേട് വരാനുള്ള സാധ്യത ഉണ്ട്. ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസും പാടില്ല. ഇപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ച് തിന്ന് നൂല് പോലെ ആവാന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അത് പാടില്ല. അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ വിളർച്ച പോലുള്ള അസുഖങ്ങളൊക്കെ കൂട്ടും. അപ്പൊ അത് പാടില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, കൃത്യമായ നേരങ്ങളിൽ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക, ചായ, കാപ്പി, മധുര പലഹാരങ്ങളൊക്കെ പരമാവധി തീരെ ഒഴിവാക്കാന്നല്ല, കൂടുതലായിട്ട് എടുക്കാതിരിക്കുക നമ്മൾ. അതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ നല്ല ഒരു ബോഡി മാസ് ഇൻഡെക്സ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയമാണല്ലോ. അപ്പൊ നമ്മളുടെ ഈ ഒരു ശരീരത്തിന്റെ ഒരു ഇത് കൂടുന്നതിനനുസരിച്ച് അതിലൊക്കെ പ്രശ്നം വരാൻ സാധ്യത ഉള്ളത് കൊണ്ട്, ഇനി അങ്ങനെ ആയി എന്ന് വെച്ച് ആരും അയ്യോ എന്റെ ജീവിതം തീർന്ന് ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അങ്ങനൊന്നും ചിന്തിക്കേണ്ട. അത് എല്ലാവർക്കും ഓരോരോ ബോഡി നേച്ചർ ഉണ്ടായിരിക്കും. അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനെയും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി എന്താണുള്ളത്? മിസ്, എന്റെ പേര് വരദ. നമ്മൾ ഒരു ഡൗട്ട് ആയിരുന്നു. നമ്മള് ഇപ്പൊ ഗുളിക കഴിച്ചിട്ട് ഡേറ്റ് നീട്ടി വെക്കാൻ പറ്റില്ല? മീൻസ് ഇപ്പൊ ഡാൻസ് കളിക്കണ കുട്ടികള്, അതുപോലെ ഈ അമ്പലത്തിക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുളിക കഴിച്ചിട്ട് ഡേറ്റ് ആന്റിമാരൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അതുപോലെ അപ്പൊ അവര് പറയും കല്യാണം
ഐ മീൻ കല്യാണത്തിന് മുന്നേ ഇതിങ്ങനെ കഴിച്ച് നീട്ടി വെക്കണത് അത് ദോഷാണ്. അതപ്പോ എങ്ങനെയാ? ഇപ്പൊ കുട്ടികളുണ്ടാവാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഒരു കുട്ടിയൊക്കെ ആയി അവര് കഴിക്കണോണ്ട് കുഴപ്പമില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതപ്പോ എങ്ങനെയാ അത്? അത് ഒരു കാര്യം എന്ന് പറയണത് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മളുടെ പെയിൻ മാറാൻ മെഡിസിൻ എടുക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിന് നല്ലതല്ല. ഇനി അഥവാ നമുക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നു, ഇത് ചെയ്തേ പറ്റൂന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പീരീഡ്സ് നമുക്ക് നീട്ടി വെക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 15 ആർത്തവം വരുന്ന ഡേറ്റിന് 15 ദിവസം മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇനി അപ്പൊ മാമിന് എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ മാം വരാണെങ്കിൽ ബാക്കി പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് പ്രോഗ്രാമിന്റെ ഒരു ഫീഡ്ബാക്ക് പറയുന്നതിന് വേണ്ടി നവ്യെ ക്ഷണിക്കാം. ഹലോ ഫ്രണ്ട്സ്, മനസ്സ് നന്നാവട്ടെ. അപ്പോ നമ്മളെല്ലാരും സാബറ മാമിന്റെ ക്ലാസ് കേട്ടു. അപ്പൊ ആദ്യം തന്നെ മാമിനൊരു ബിഗ് താങ്ക് യു പറയാണ്. കാരണം ക്ലാസ് നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്കിടയിൽ ഉണ്ടായിരുന്ന പല ഡൗട്ട്സും ഈ ഒരു ക്ലാസ്സിലൂടെ ക്ലാരിഫൈ ചെയ്ത് പോയിട്ടുണ്ട്. അതായത് മെൻസ്ട്രൽ കപ്പിനെ പറ്റിയൊക്കെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബ്രീഫായി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മാം പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു പ്രോഗ്രാമിനെ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസിനെ എടുത്തൊരു ബെറ്റർ ചോയ്സ് ആണെന്ന്. അത് ഈ ഒരു ടോപ്പിക് ഒരിക്കലും ഗേൾസിനിടയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല. അതായത് ഒരു വൈഡ്ലി സ്പ്രെഡ് വേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അത്രയും റെലവെന്റ് ആയിട്ടുള്ളതാണ്. മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്ത്രീ ശരീരത്തിലെ ഒരു സ്വാഭാവിക പ്രക്രിയയാണെങ്കിലും എന്താ പറയാ, അത് സ്വകാര്യമായി കാണേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒന്നാണെന്നാണ് പൊതുവെ എല്ലാവരും കരുതിപ്പോരുന്നത്. അപ്പോ ഒരു മാറ്റം വന്നു തുടങ്ങണം. അതായത് നമ്മളിൽ നിന്ന് തന്നെയാണ് ഒരു മാറ്റം വരേണ്ടത്. ഞാൻ ഉൾപ്പെടുന്ന പെൺസമൂഹത്തിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ മാറ്റം വരേണ്ടത്. കാരണം മാം പറഞ്ഞതുപോലെ തന്നെ സാനിറ്ററി നാപ്കിൻസ് ഒക്കെ എന്താ പറയാ, ഒരു മോശം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു സെൻസിലാണ് നമ്മളെല്ലാവരും എടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ സാനിറ്ററി നാപ്കിൻസ് വാങ്ങാൻ പോകുമ്പോൾ തന്നെ ഇതൊന്ന് പൊതിഞ്ഞു തരുമോ അല്ലെങ്കിൽ ഇതൊന്ന് കവറിലാക്കി തരുമോ ചേച്ചി, അങ്ങനെ പറയുന്ന നമ്മളിൽ നിന്നാവട്ടെ ഫസ്റ്റ് മാറ്റം. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരർത്ഥത്തിൽ എല്ലാവരിലും ഈ മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മളെ തിരുത്താൻ പോലും ശ്രമിക്കാതെ അതൊക്കെ പൊതിഞ്ഞു തരുന്ന കടക്കാർക്കും വേണ്ട ഒരു മാറ്റം. അല്ലെങ്കിൽ ഇപ്പോ പൊതിയാതെ പാഡ്സ് കൊണ്ട് നടക്കുകയാണെന്ന് വെച്ചെങ്കിൽ വഴിയരികിൽ തുറിച്ചു നോക്കുന്ന കണ്ണുകൾക്ക് വേണ്ട ഒരു മാറ്റം. അതെ, മൊത്തത്തിലൊരു മാറ്റം വേണം. ഒരു അഴിച്ചുപണി തന്നെ മിക്കവാറും വേണ്ടി വരും. പിന്നെന്ന് പറയാണെന്ന് വെച്ചെങ്കിൽ മാം വന്നു തോന്നുന്നുണ്ട്. ഞാൻ വന്നു. എന്റെ ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആയി പോയി, സോറി. എന്തായാലും ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നത് കണ്ടിന്യൂ ചെയ്തോളൂ. മാം ഒരു ഫീഡ്ബാക്ക് പറയായിരുന്നു. കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ ഇന്നും നമ്മുടെ നാട്ടില് പല തരത്തിലുള്ള സൂപ്പർസ്റ്റിഷൻസ് നിലവിലുണ്ട്, എസ്പെഷ്യലി ഹിന്ദുസിനെ. അതും അശുദ്ധിയുടെ പേര് ചൊല്ലിയിട്ട് ശുദ്ധി അശുദ്ധി അങ്ങനെ ഒരു കാറ്റഗറൈസ് നടത്തലാണ് എല്ലാ വീട്ടിലും മിക്കതും ഉണ്ടാവാറ്. അപ്പോ ഞാൻ ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ അശുദ്ധയാവുന്നത്? മെൻസ്ട്രേഷൻ ഉണ്ടായി എന്നത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അശുദ്ധയാവോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ അവളിൽ നിന്നും പിറന്നു വീണ അല്ലെങ്കിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും അശുദ്ധരല്ലേ? അത് മാറ്റം വേണം. മാറേണ്ടത് നമ്മുടെ ചിന്തകളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അഴിച്ചുപണി തന്നെ വേണ്ടി വരും. പിന്നെ ഓരോ മാസത്തിലും ഓരോ പെൺകുട്ടി അനുഭവിക്കുന്ന ഫിസിക്കലി ആൻഡ് മെന്റലി പെയിൻ, അതെ, ശാരീരികമായും മാനസികമായുള്ള വേദനയൊക്കെ മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അവർക്കൊരു കെയർ അഥവാ ഒരു കരുതൽ കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതായിരിക്കും അവരെ റെസ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവ്. അപ്പൊ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിച്ചു മനസ്സിലാക്കിയും ബഹുമാനിച്ചുകൊണ്ടും ഒരു കരുതൽ നൽകിയിട്ടുള്ള ഒരു മാറ്റം ഈ നിമിഷം കൊണ്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ മാം, ബാക്കി
പറയുകയാണെങ്കിൽ പറയാം മാം. നേരത്തെ ബാക്കി. മാം മ്യൂട്ടാണ്. പീരീഡ്സ് കാര്യം സംസാരിച്ചത്, പീരീഡ്സ് നീട്ടി വെക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ മെഡിസിൻ, ഇപ്പൊ പീരീഡ്സിന് മുമ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡ്യൂറേഷൻ ഒക്കെ ഉണ്ട്, മെഡിസിൻ ഇൻടേക്ക് ചെയ്യുന്നതിന്റെ ഒരു ഡ്യൂറേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ പ്രകാരം തന്നെ നമ്മളത് ചെയ്യുക. നമ്മളുടെ തോന്നിയ ഒരു ഇഷ്ടത്തിന് നമ്മളെടുത്ത് ചെയ്യരുത്. അത് പിന്നീട് നമ്മളുടെ ഈ ഒരു ആർത്തവ ചക്രത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്? മാഡം എനിക്കൊരു ഡൗട്ട്. ചോദിച്ചോ. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് പെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് കുറയുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അത് ശരിയാണോ? എല്ലാവരിലും നമുക്കത് പറയാൻ പറ്റില്ല. ചില ആളുകളിൽ അങ്ങനെ അവരുടെ ഒരു ബോഡിയുടെ നേച്ചർ വെച്ചിട്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാ ആളുകളിലും അത് നമുക്ക് അങ്ങനെ ഒരു ഇത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചില ആളുകളിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളിൽ പെയിൻ ഉണ്ട്, പെയിന് നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഇതായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ പേര് നദ. എനിക്ക് ചോദിക്കാനുള്ളത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, വേറെ ഒന്നുമല്ല. ഈ പീരീഡ്സിന്റെ സമയത്ത് പൊതുവേ മെജോറിറ്റി ഗേൾസും ലൈറ്റ് കളർ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ലൈറ്റ് കളർ വൈറ്റ്, അതുപോലെ പിങ്ക്, അങ്ങനത്തെ കളർ ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ വിചാരിക്കും ഇനിയിപ്പോൾ അഥവാ ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ഈ ക്ലാസ് കേട്ട എല്ലാവരും തന്നെ എന്താ പറയാ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇതിനെ ഏത് രീതിയിൽ കാണണം എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. ഇതിനെ ഒരു ശാരീരിക മാറ്റമായിട്ട് മാത്രം കാണാനായിട്ട് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്നവരും മുന്നേ ചിന്തിച്ചവരുണ്ടാവാം, അവരുടെ ആ ഒരു വിശ്വാസം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോ നമ്മളുടെ ശാരീരിക മാറ്റം, നമ്മളെല്ലാവരും എന്തായാലും ഈ ഒരു ബ്ലഡ് പുറത്തേക്ക് കാണിച്ച് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ. ഇത് കൃത്യമായി അതിന് വേണ്ട മെഷേഴ്സ് എടുത്ത് തടഞ്ഞു നിർത്തണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു കാരണവശാലോ അബദ്ധവശാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം ചിലപ്പം ഒരു ഇത്തിരി ബ്ലഡ് ഒക്കെ ചിലപ്പോൾ പുറത്തേക്ക് വന്നെന്ന് വരാം. അതോടുകൂടി നമ്മുടെ ജീവിതമേ പോയി, ഇനി നമ്മൾ ഭയങ്കര നാണക്കേടായി, ആ രീതിയിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അതായത് മറ്റുള്ളവരെന്തു വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകരുത്. ചില കുട്ടികളിൽ കണ്ടിട്ടുണ്ട്, പിന്നെ സ്കൂളിൽ പോലും പോകാൻ മടിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. സ്കൂളിൽ വെച്ച് ഇതായി, ബോയ്സ് ഒക്കെ കണ്ടു, ഇനി അങ്ങോട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുന്നതിന് തുല്യാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഒരു മാറ്റമാണ്. അത് ചിലപ്പോ അത് പുറത്തേക്ക് വന്നു, ബ്ലഡ് അല്ലേ, ചിലപ്പോ പുറത്തേക്കൊക്കെ വരും. അതങ്ങനെ വന്നു, അത് കഴുകിക്കളഞ്ഞാൽ അത് പോകും, അത് പിന്നെ അവിടെ നിൽക്കൊന്നുമില്ലല്ലോ. ആ ഒരു സെൻസിൽ നമ്മൾ ഇതിനെ കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമേ ആയിരിക്കില്ല. അല്ലാതെ നമ്മൾ ഇത് എക്സ്പോസ് ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ. അബദ്ധവശാൽ എല്ലാവർക്കും സംഭവിക്കാം. അതിന് ലൈറ്റ് കളർ ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിന് വേണ്ട ഒരു മെഷേഴ്സ് എടുത്തിട്ട് കൃത്യമായിട്ട് നമ്മൾ അത് നോക്കുകയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഇല്ല. ആ രീതിയിൽ അത് എടുത്താൽ മതി. ഓക്കെ, വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ മാം, ഞാൻ അഫിദ. എൻ്റെ ഒരു കസിൻ 18 വയസ്സായ അവൾക്ക് ഇതുവരെ മെൻസസ് ആയിട്ടൊന്നുമില്ല. അപ്പൊ അവൾക്ക് എന്തോ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്താൽ മെൻസസ് ആവുമോ? മാം മൈക്ക് ഓഫ് ആണ്. ചില കുട്ടികളിൽ ഒരു സർജറി ചെയ്യാറുണ്ട്. അത് വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ഒന്നും അല്ല. അതായത് ഈ നമ്മളുടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ അവിടെ നമുക്ക് കന്യാധർമ്മം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അല്ലെ. അത് ചിലവരിൽ ഇത്തിരി കട്ടി കൂടിയിരിക്കും. അവിടെ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ടാണ് നോർമൽ മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നത്, പുറത്തേക്ക് വരുന്നത്. ചിലരില് ആ സുഷിരം അവിടെ ഉണ്ടാവില്ല, ഇത്തിരി കട്ടി കൂടിയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മുടെ ഓവറി
ഉണ്ട്, ബ്ലഡ് പക്ഷെ പുറത്തേക്ക് പോകാനായിട്ടൊരു ഗ്യാപ്പ് വേണം, അതവിടെ ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സർജറി ചെയ്ത് ചെറുതായിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോ ആ കെട്ടി നിൽക്കുന്ന ആ ഒരു ഉണ്ടായ ആ ഒരു ബ്ലഡ് ഉണ്ടല്ലോ അത് പുറത്തേക്ക് പോകും. ഇല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സർജറി ചെയ്തത് കളയാറുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ഹലോ, ഓക്കെ ഓക്കെ. മാം, എന്റെ പേര് ആകാശ്. ഈ യൂണിറ്റിന്റെ ചുമതലകളുള്ള ആളുകളുടെ ഒരാളാണ് ഞാൻ. ഓക്കെ ഓക്കെ. ആളല്ലേ? അതെ അതെ അതെ. അപ്പോ കുറച്ച് പോകേണ്ട ആവശ്യമുണ്ടാണെന്ന് പെട്ടെന്ന് എന്റെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് പോവാണ്. അടിപൊളി ഇതായിരുന്നു. ഒരുപാട് വിവരങ്ങൾ എല്ലാവർക്കും എത്തുന്ന രീതിയിൽ, എസ്പെഷ്യലി നമ്മുടെ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആണെങ്കിലും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജ് ഗേൾസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഈ ഹോൾ സൊസൈറ്റിക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. സോറി, ഒരു മിനിറ്റ്. ഈ ഹോൾ സൊസൈറ്റിക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ ഒരു തീമിൽ ഒരു പുതിയ ക്യാമ്പയിൻ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് ഈ പ്രോഗ്രാമിന് ശേഷം സെക്കൻഡ് ഇയേഴ്സിന്റെ നേതൃത്വത്തിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ക്യാമ്പയിൻ ഇതാണ്. നമ്മുടെ ഇവിടെ ഒരു ഓർഫനൈസ് ഉണ്ട്, അവിടുത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ മെൻസ്ട്രൽ കപ്പുകൾ ഡൊണേറ്റ് ചെയ്യുക, അതുവഴി അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡൊണേറ്റ് ഒരു കളക്ഷൻ ഡ്രൈവ് പോലെ ഒരു ക്യാമ്പയിൻ തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോ തുടർന്നും മാമിന്റെ ആവശ്യം ഞങ്ങൾക്ക് വന്നേക്കാം. കാരണം ഈ ഞങ്ങളിപ്പോ ഡൊണേറ്റ് ചെയ്താൽ പോലും ഒരു പക്ഷേ അവിടുത്തെ കുട്ടികൾക്കൊക്കെ തുടക്കത്തിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇതിനെക്കുറിച്ച് പലതും അവയർനെസിന്റെ കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും മാമിന്റെ സഹായം ആവശ്യം വന്നേക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ആ ഒരു പോസ്റ്റർ കൂടെ ഇവിടെ ഞങ്ങളുടെ കളക്ഷൻ ഡ്രൈവിന്റെ ഒരു പോസ്റ്ററും കൂടെ ഇവിടെ ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ. കാണുന്നുണ്ട് എല്ലാവർക്കും? കാണുന്നുണ്ട്. അതെ, ശുദ്ധി എന്നുള്ള പേര് തന്നെ ഒരു കളക്ഷൻ ഡ്രൈവ് ആണ് ഉദ്ദേശിക്കുന്നത്. ജോയിൻ അവർ മെൻസ്ട്രൽ കപ്പ് ഡൊണേഷൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാവരോടും പുറകെ പറയാം. അപ്പോൾ ഇതൊരു ഔപചാരികതയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോ താങ്ക് യു ടീച്ചർ. എന്നാ അടുത്ത ആൾ സംസാരിച്ചോളൂ. ഓക്കെ ആകാശ് ചേട്ടാ. അപ്പൊ ഇനി ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കഴിഞ്ഞെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് ഹരിയെ ക്ഷണിക്കാം. ഫീഡ്ബാക്ക് എന്ന നിലയിൽ കുറച്ച് സംസാരിക്കാൻ ഹരിയെ വിളിക്കാം. അപ്പോൾ എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പരസ്യമായ രഹസ്യമോ അത് രഹസ്യമായ ഒരു പരസ്യമോ അങ്ങനെയാണ്. അതായത് നമുക്കെല്ലാം അറിയാം, പക്ഷെ ആരും പുറത്ത് പറയില്ല. അങ്ങനെ ഒരു ഇതാണ്. ഞാൻ ഇവിടെ ഇപ്പൊ സംസാരിക്കാൻ വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിശയപ്പെടുന്ന ചിലവരുണ്ടാവും. അങ്ങനെ ചിന്താഗതിയുള്ളവരും ഉണ്ടാവും. ഇത് ഞാൻ പറയാൻ കാരണം 2 ദിവസം മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് മെൻസസ് അവയർനെസ് കുറിച്ചൊരു വെബിനാർ നടത്താം. അപ്പൊ ഞാൻ വീടിന്റെ പുറത്തായിരുന്നു, എൻ്റെ കൂട്ടുകാരുടെ ഒപ്പമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ വോയിസ് ഇടാണ് ഇതിനെക്കുറിച്ച്. അപ്പൊ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു എന്താണ് ചെയ്യണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ NS-കാര് ഒരു വെബിനാർ നടത്താണ് മെൻസസ് അവയർനെസ്സിനെ കുറിച്ച്. അടുത്ത വഴിക്ക് അവൻ ചോദിച്ചത്
ഇതിനെക്കുറിച്ച് നീ ഇപ്പോ ഗേൾസിനോട് വന്ന് സംസാരിക്കണേ, അപ്പൊ മനസ്സിലായില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ചിന്താഗതി ഉള്ളവർക്ക് ഒരു മാറ്റമാവാലോ. മാറ്റമാവണം. മാറ്റം വരേണ്ട കാലം കഴിഞ്ഞു, അതിക്രമിച്ചു. അപ്പോ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇങ്ങനെ ക്ലാസ്സുകൾക്ക് സാധിക്കും. അപ്പോ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറെ അറിവുകളും കിട്ടി. ശരിക്കും ഞാൻ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് തന്നെ അറിയണ്ടായിരുന്നില്ല. ഇന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ താങ്ക് യു മാം ഫോർ ദിസ് അമേസിംഗ് ക്ലാസ്. ജാനുശ്രീ. ഓക്കെ ഹരി. അപ്പൊ അടുത്തതായിട്ട് ആർക്കും സംശയങ്ങള് ബാക്കി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഔപചാരികമായ നന്ദിയിലേക്ക് കടക്കാം. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ജാനു, ആ ഇൻഷേപ്പിനെ പറ്റി ചോദിച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. എന്തായിരുന്നു ഇൻഷേപ്പ്? ഞാനിവിടെ കണ്ടായിരുന്നു മാം, ഈ ഇൻഷേപ്പ് യൂസ് ചെയ്യുന്നത് ബാഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ജംഷീന. ബാഡ് ആണോന്ന് ചോദിച്ചാ ഇപ്പൊ നമുക്കറിയാം ഇൻഷേപ്പ് എന്ന് പറയണത് കുറച്ച് ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. നമ്മുടെ ബോഡീനെ ടൈറ്റൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇൻഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഉൾഭാഗത്തായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അടിവസ്ത്രങ്ങൾ കുറച്ച് ലൂസായതും അതുപോലെ കട്ടി കുറഞ്ഞതും എന്താ പറയാ കോട്ടൺ കൊണ്ടുള്ളതുമായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇൻഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം നമ്മളുടെ ഉൾഭാഗത്ത് ഉപയോഗിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലുള്ള നമ്മളുടെ പ്രത്യേകിച്ച് ആർത്തവ സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോവാണ്, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്കൊരു ഇതുണ്ട്, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ തുടരെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡി കുറച്ച് ലൂസായി റിലാക്സ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ വേറെന്താണ്? സ്ട്രെസ് മെൻസ്ട്രേഷൻ സൈക്കിളിനെ എഫക്ട് ചെയ്യും? തീർച്ചയായിട്ടും ചെയ്യും. ഓവർ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള ആളുകളിൽ, ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ ഓവർ സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ ഉള്ള ആളുകളിൽ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ വേരിയേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ സ്ട്രെസ് ഓവർ ആണെന്നുണ്ടെങ്കിൽ ആൻസൈറ്റി ഡിപ്രഷനൊക്കെ ഓവർ ആയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഇപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാന്ന് നമുക്കറിയാലോ. ഇപ്പൊ നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക, മ്യൂസിക് ആണെങ്കിൽ അത് താല്പര്യമുള്ളവരാണെങ്കിൽ പാട്ട് കേൾക്കുക, യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, കളിക്കുക. കളി വളരെ നല്ല ഒരു റിലാക്സേഷൻ മെത്തേഡാണ്. കളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ട മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് അതിൽ നമുക്ക് ആപ്റ്റായുള്ളൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോ നമുക്ക് നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയാൻ പറ്റും. അതൊരു പരിധി വിട്ട് കഴിഞ്ഞു, അത് നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കൗൺസിലറെ കണ്ട് അതിനു വേണ്ട കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. മടി കാണിക്കരുത്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ്, മറ്റൊന്ന് എന്താണ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ടുള്ള ഒരു കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ, സൈക്കോ തെറാപ്പികൾ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും മരുന്ന് തന്നെ കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത്രയും എക്സസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ മരുന്ന് ഇൻടേക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഉള്ള ചില ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൗൺസിലിങ്ങിലൂടെ ഒക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഒന്നുമല്ല,
നമ്മൾക്ക് വിശ്വാസയോഗ്യമായ ഒരു വ്യക്തിയോട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുക മാത്രമാണ് കൗൺസിലിംഗിൽ ചെയ്യുന്നത്. അവിടെ ഇത് ഏതെങ്കിലും ഒരു ഇപ്പൊ MSW അല്ലെങ്കിൽ MSc സൈക്കോളജി പോലുള്ള വിഷയങ്ങളിൽ എക്സ്പെർട്ടൈസ് ചെയ്ത ആൾക്കാരായിരിക്കും. അവര് അതിനെ ശാസ്ത്രീയമായ രീതിയിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്ന് പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ കേപ്പബിൾ ആക്കുകയാണ് കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത്. സൈക്കോ തെറാപ്പി എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മള് ഹിപ്നോട്ടിസം പോലുള്ള കാര്യം, അതൊക്കെ ക്ലിനിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ എല്ലാത്തിനും നമ്മൾ ഇപ്പോ അതിനുണ്ട് ഒരു സ്റ്റിഗ്മ. അപ്പോ നമ്മളൊരു പ്രശ്നം വന്നു ഒരു കൗൺസിലറുടെ അടുത്ത് പോകുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇനിയിപ്പോ കല്യാണം കഴിച്ച് പോകുമ്പോ ഇവര് മാനസിക രോഗത്തിന് ചികിത്സിച്ചിരുന്ന കുട്ടിയാന്ന് പറയൂ, അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നമുണ്ട്. അപ്പൊ അതൊന്നുമല്ല, നമ്മൾ നേരത്തെ പറയുന്ന പോലെ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും അസുഖങ്ങൾ ബാധിക്കും, എല്ലാത്തിനും അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് നമ്മൾ മരുന്ന് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം. അതേപോലെ നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ട് അല്ലെ, മനസ്സും ശരീരവും ആരോഗ്യമായിരുന്നാലേ നമ്മൾ ആരോഗ്യവതികൾ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആരോഗ്യവാന്മാരെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോ അതേപോലെ നമുക്ക് മനസ്സെന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്, അതിനും ഒരുപാട് അസുഖങ്ങൾ വരും. അതിന് അസുഖങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനെ ചികിത്സ തേടാനായിട്ട് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി വേറെ എന്തെങ്കിലും മിസ്, ഈ ട്രാൻസ്ജെൻഡേഴ്സിന് മെൻസസ് ഉണ്ടാവോ, അതോ അവർക്ക് ഓപ്പറേഷൻ വരുത്തി, അത് എങ്ങനെ? ആർക്കാണ്? ട്രാൻസ്ജെൻഡേഴ്സിന്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ അത് ആ കാര്യം എനിക്ക് ഇത്തിരി ഡൗട്ടാണ്. ആ ഒരു ഏരിയയില് അത് ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് പറയാം. ഹലോ, ചോദിച്ചോ. എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് അറിയാവുന്ന പറഞ്ഞോട്ടെ. അത് ഈ വരദാന്റെ കാര്യത്തില് ട്രാൻസ് വുമൺ ഉണ്ട്, ട്രാൻസ് മെന്നും ഉണ്ട്. അതില് ട്രാൻസ് വുമൺ എന്ന് പറയുന്നത് ആദ്യം ബൈ ബർത്ത് മെയിലായിട്ടും പിന്നെ ഫീമെയിൽ ഓറിയന്റേഷൻ ഉള്ളതാണ്. അപ്പോ അവർക്ക് ഓപ്പറേഷൻ വഴി ഹലോ കേൾക്കുന്നില്ലേ? അപ്പൊ അവർക്ക് ഈ ലിംഗമാറ്റം ശസ്ത്രക്രിയകളൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഇതുണ്ടാവില്ല, മെൻസസ് ഉണ്ടാവില്ല, യൂട്രസ് ഉണ്ടാവില്ല, മെൻസസ് ഉണ്ടാവില്ല, ഗർഭം ധരിക്കാൻ പറ്റില്ല. പിന്നെയുള്ളത് ട്രാൻസ് മെൻ ആണ്. ട്രാൻസ് മെൻ എന്ന് പറയുമ്പോൾ ബൈ ബർത്ത് ഫീമെയിലും മെയിൽ ഓറിയന്റേഷൻ ഉള്ള ആളുകളാണ്. ആ ആളുകൾക്ക് സാധാരണഗതിയിൽ മെൻസസ് ഉണ്ടാവും, പക്ഷെ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മെൻസസ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ യൂട്രസിന്റെ ആ ഒരു അതിന്റെ ശസ്ത്രക്രിയകൾ ചെയ്ത് കഴിഞ്ഞാൽ മെൻസസ് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയാണുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ ആരതാ? ക്ലിയർ. ഹലോ, ഹലോ മാം, ഈ യൂട്യൂബില് വയറ് കുറയാനുള്ള ഒരുപാട് ടിപ്സ് ഉണ്ട്, അത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി. അതായത് യൂട്യൂബിൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഇഷ്ടം പോലെ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരെണ്ണം പരീക്ഷിക്കും, 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് നിർത്തും, പിന്നെ അടുത്ത് പരീക്ഷിക്കും, ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോ അത് ഒരു നല്ല കാര്യമല്ല. നമ്മൾ ഏതെങ്കിലും ഒരു മാർഗം എടുക്കുക. അപ്പൊ അതിൽ ഈ കുറെ ആ വെള്ളം തിളപ്പിച്ചു കുടിക്കുക, ഈ വെള്ളം തിളപ്പിച്ചു കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് കാണും. അതൊന്നും അല്ലാതെ നമ്മൾ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ അതിനെ കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ എക്സസൈസ് തന്നെ പലതരത്തിലുള്ള എക്സസൈസുകൾ ഉണ്ട്. അതിലേതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ എടുത്ത്
അതിനെ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ തന്നെ നല്ല വ്യത്യാസം നമ്മൾ വരും. പിന്നെ ആവശ്യമില്ലാതെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തിളപ്പിച്ചൊക്കെ കുടിച്ച് അതിനൊന്നും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അടിത്തറ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ ചെയ്ത് നമുക്ക് വേറെ പല അൾസർ പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കണ്ട. എക്സസൈസ് തന്നെയാണ് നല്ലത്. അത് നമുക്ക് റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസസ് കുറെ ഉണ്ട്. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് അത് എല്ലാ ദിവസവും നിശ്ചിത സമയം അത് ക്രമീകരിച്ച് ചെയ്തുകൊണ്ട് വന്നാൽ തന്നെ നല്ല വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഓക്കെ മാം. ഇനി ഓക്കെ അപ്പൊ പ്രോഗ്രാം ഇത് കഴിഞ്ഞിട്ട് അപ്പോ കൂടുതലായിട്ട് ഇനിയിപ്പോ ക്ലാസ്സുകൾ ഉണ്ടാവുമ്പോ നമുക്ക് വരാം, പ്രശ്നമൊന്നുമില്ല. നമ്മളെപ്പോ വേണമെങ്കിലും വിളിച്ചാൽ വരും ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട്. ഹലോ മാം, ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഹലോ ഹലോ കേക്കല്ലേ പറയണേ? ഹലോ കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. മാം, നമ്മ ഈ വയറ് കുറക്കുന്ന സംഭവം പറഞ്ഞല്ലോ, നമ്മുടെ കുറെ സ്ലിം ബെൽറ്റുകൾ ആ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഈ മാർക്കറ്റിൽ നല്ലോണം അവൈലബിൾ ആണ്. അപ്പോ അത് വെക്കുമ്പോ ഇപ്പൊ ഞങ്ങളുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ വെക്കുമ്പോ പറയും യൂട്രസ് എന്താ പറയാ ലാർജ് ആവുന്ന ടൈമാണ്, അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ. അപ്പൊ അത് വെക്കണേല് മൂലം നമ്മുടെ ഉള്ളിലെ യൂട്രസിനൊക്കെ എഫക്ട് ചെയ്യൂ ബാഡായിട്ട്? ഹലോ ബെൽറ്റ് എന്ന് പറയണത്. ഹലോ പറയ്. നമ്മള് പറഞ്ഞ ഇൻഷേപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് എന്താ പറയുക, ഡ്രസ്സിനെ ഡയറക്റ്റ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ബോഡീനെ എപ്പോഴും നമ്മൾ റിലാക്സ് ചെയ്ത് ലൂസ് ചെയ്ത് വെക്കുന്നത് നല്ലത്. രൂപങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരത്തിനല്ലല്ലോ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയല്ലേ. അപ്പൊ അത് നമ്മുടെ ബോഡീനെ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. യൂട്രസിനെ അത് എഫക്ട് ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അറിവ് അതിനെക്കുറിച്ചില്ല. അത് അന്വേഷിക്കേണ്ടി വരും. ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ശരീരത്തിനെ ഒരുപാട് ടൈറ്റൻ ചെയ്ത് നിർത്തുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡീനെ മോശമായ രീതിയിൽ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി, നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ, കൈ നനയാതെ മീൻ പിടിക്കണം. നമുക്ക് എന്താണ് പെട്ടെന്ന് കാര്യം സാധിക്കുന്നത് നമുക്ക് ചെയ്യണം. എക്സസൈസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യണം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് അണിഞ്ഞാൽ പോരെ, ആവശ്യമില്ലാത്തപ്പോ നമുക്ക് ഊരി വെക്കാം. അപ്പൊ നല്ല സന്തോഷമാണ്. അപ്പൊ അത് നമുക്ക് അത്ര ഗുണകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിനെ എന്റർടൈൻ ചെയ്യാറില്ല. ഓക്കെ മിസ്, താങ്ക് യു. അപ്പൊ മാമിന് സമയപരിധി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ആകാശേട്ടൻ പറഞ്ഞതുപോലെ വേറൊരു ദിവസം ഇപ്പൊ കോളേജൊക്കെ തുറന്നിട്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം നമുക്കിനി കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് തീർക്കാം. അടുത്തതായി നമ്മുടെ ഔപചാരികമായ നന്ദി അറിയിക്കാൻ വേണ്ടി ദീപയെ ക്ഷണിക്കാം. ഹലോ, കേൾക്കല്ലേ? ഹലോ. പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങളെ, മനസ്സ് നന്നാവട്ടെ. എൻ്റെ പേര് ദീപാലക്ഷ്മി. അപ്പോൾ നമ്മളുടെ ഈ പരിപാടി നമ്മൾ ഏകദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത തരത്തിൽ അത്രയും നന്നായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സാധാരണ ഒരു വെബിനാറിൽ ഇത് തീർന്നാ മതി, അല്ലെങ്കിൽ കഴിഞ്ഞോ നോക്കി, ഇത് നമ്മൾ ഈ 10:30 തുടങ്ങിയിട്ടും ഇപ്പൊ 12:30 ആയിട്ടും നമ്മളുടെ ഡൗട്ട്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ നീട്ടിക്കൊണ്ട് പോവുകയാണ്. മാമിന് സമയപരിധി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഇത് അവസാനിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമിന് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഓഫീസേഴ്സ് ആയിട്ടുള്ള കണ്ണൻ സാറും പ്രമീള മിസ്സും, അവർക്ക് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യം തന്നെ. പിന്നെ ഈ പ്രോഗ്രാം ഇത്രയും വിജയകരമാക്കാൻ നമ്മളെ സഹായിച്ച എല്ലാ സപ്പോർട്ടും തന്ന നമ്മുടെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ സാബിറ മാമിനെ പറ്റി പറയുകയാണെങ്കിൽ എത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു ചുരുക്ക രൂപത്തിൽ നന്നായി മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ബോറടി ഇല്ലാതെ തന്നെ നമുക്ക് ക്ലാസ് എടുത്ത് തന്നു മാം.
അതുകൊണ്ട് തന്നെ മാമിന് എൻ്റെ പേരിലും ഈ കേരള വർമ്മയുടെ NSS യൂണിറ്റിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഇവിടെ കേൾക്കാനായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്, നമ്മുടെ കൂട്ടുകാരാണ്. അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ പ്രോഗ്രാം നമുക്ക് ടെലികാസ്റ്റ് ചെയ്യണം, അതായത് യൂട്യൂബിൽ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യദുവേട്ടനാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനും. അപ്പൊ യദുവേട്ടനും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ 23-ാം തീയതി, അതായത് ഡി ഗ്രൂപ്പിന്റെ ഡേ ആണ് നാളെ. അപ്പൊ അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പം മാമിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സംശയമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മറ്റു തിരക്കുകളൊക്കെയും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന സാബറ മാമിന് ചെറിയൊരു ഉപഹാര സമർപ്പണമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ NSS യൂണിറ്റ്, കേരള വർമ്മ NSS യൂണിറ്റിന്റെ ഭാഗമായി നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഉപഹാരം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഞങ്ങളുടെ കോളേജിലെ NSS തന്നെ FE-ലെ ഫസ്റ്റ് ഇയർ ഫങ്ഷൻ ഇംഗ്ലീഷിലെ ഡാനിയ എന്ന് പറഞ്ഞ കുട്ടിയാണ് വരച്ചിട്ടുള്ളത്. ഈ ആർട്ട് ചെയ്തിട്ടുള്ളത് മാമിന് കൊടുക്കാനായിട്ട്. നന്ദിയുണ്ട് കേട്ടോ, വളരെ നന്ദി. എന്നെ ഇത്രയും നന്നായിട്ട് മനോഹരമായിട്ട് എന്നെ ആരും ഇതുവരെ ചിത്രം വരച്ച് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. എന്നാലും വളരെ സന്തോഷമുണ്ട്, വളരെ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. നമുക്കും ഒത്തിരി സന്തോഷമായി. അപ്പൊ നമ്മളെ കൊണ്ട് ഇപ്പൊ ഓഫ്ലൈൻ അല്ലല്ലോ, ഓൺലൈൻ ആയതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു സ്നേഹോപഹാരം. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും ഫീഡ്ബാക്കുകൾ പറയാനായിട്ട് ഒരു ഗൂഗിൾ ഫോം മെസ്സേജ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കയറി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ മാം, താങ്ക് യു. ശരി. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ സീനിയേഴ്സിന്റെ ഒരു ഡിസ്കഷൻ കൂടി ബാക്കിയുണ്ട്. ഇതേ ടോപ്പിക്കിനെ പറ്റിയുള്ള ഡിസ്കഷൻ